ഇന്ന് ഇത്തരമൊരു വിഷയം ഈ സെമിനാറിന് തെരഞ്ഞെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സാധാരണഗതിയിൽ ഈ വേദന അല്ലെങ്കിൽ വേദനയുടെ വിവിധ മാനങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത, അഭിമുഖീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. അത് പതുക്കെ പതുക്കെ ക്ലിനിക്കലും അല്ലെങ്കിൽ മെഡിക്കലും ഒക്കെ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇങ്ങനൊരു സംഗതി ഒരു സെമിനാറിന്റെ വിഷയമായിട്ട് 2 ദിവസം സംസാരിക്കേണ്ട വിഷയമായിട്ട് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് വലിയ നന്ദി പറയുന്നു. ഈ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വേദന എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നൊരു കാര്യമാണ് ഞാൻ ഈ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ പരിശോധിക്കാൻ ഒരുപ്പെടുന്നത്. ഇതൊരു പക്ഷേ ഒരു ഡിസ്കഷന്റെ ലെവലിലേക്ക് കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. കാരണം ഈ വേദനയെ പറ്റി ഒരുപാട് തരത്തിലുള്ള അല്ലെങ്കിൽ വേദനയുമായി ബന്ധപ്പെട്ട സാഹിത്യത്തെ പറ്റി ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 70കളിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ സാഹിത്യ ലേഖനങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ സൂസൻ സോണ്ടാങ്ങിനെ പോലുള്ള ആളുകളെയൊക്കെ നമുക്ക് കണ്ടുമുട്ടാം. രോഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മെറ്റഫറായിട്ട് സാഹിത്യത്തിൽ വരുന്നത്, എങ്ങനെയാണ് ഒരു ബിംബമായിട്ട് രൂപകമായിട്ട് സാഹിത്യത്തിൽ വരുന്നത് എന്നൊക്കെ വളരെ വിശദമായിട്ട് അവരൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. മലയാള സാഹിത്യത്തിലും പല ആളുകളുടെ അഭിമുഖ സംഭാഷണമൊക്കെ വായിക്കുകയാണെങ്കിൽ പല സാഹിത്യകാരന്മാരുടെയും സാഹിത്യകാരികളുടെയും ഒക്കെ അഭിമുഖ സംഭാഷണങ്ങളും അവരെങ്ങനെ എഴുത്തുകാരികളും എഴുത്തുകാരന്മാരായി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മിക്കവാറും ചെറുപ്പത്തിലെ രോഗം മൂലം അവർക്കുണ്ടായിട്ടുള്ള ഏകാന്തത, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൂന്നനായാലും മാധവിക്കുട്ടിയായാലും ഒക്കെ പലതരത്തില്. അതിപ്പം ചിലത് മാനസികമായിട്ടുള്ള ഏകാന്തതയായിരിക്കും, ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഭൗതിക വേദന കൊണ്ടുണ്ടായിരുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പഠനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സാഹിത്യം എന്ന് പറയുന്ന ഒരു ഭൂമികയിലേക്ക് ഈ വേദന എങ്ങനെ തങ്ങളെ പ്രവേശിപ്പിച്ചു എന്ന് പറയുന്ന തരത്തിൽ ഒരുപാട് അനുഭവാഖ്യാനങ്ങളും അതുപോലെ തന്നെ വിമർശനാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിതൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. മറിച്ച് ഈ വേദന എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്നലെ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത് കൃത്യമായി ചികിത്സ എന്ന് പറയുന്ന ഒരു രംഗത്ത് വെച്ചിട്ടാണ്. മറിച്ച് മനുഷ്യന്റെ സമസ്ത മണ്ഡലങ്ങളിലും അതിനെ അഡ്രസ് ചെയ്തിരുന്നു, അതിനെ അഭിമുഖീകരിച്ചിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഈ കമ്പാർട്ട്മെന്റലൈസേഷൻ ഒക്കെ വന്നപ്പോ, ജ്ഞാനത്തിന്റെ കമ്പാർട്ട്മെന്റലൈസേഷൻ ഒക്കെ വന്നപ്പോ, ജ്ഞാനത്തിന്റെ വിഭജീകരണങ്ങൾ വന്നപ്പോ, വേദന എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ മണ്ഡലത്തിൽ തന്നെ ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ ഇത് വേറൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ കാണുന്നില്ല. മറിച്ച് ഈ ഒരു സ്ഥലത്ത് മാത്രം ഇവിടെ നമ്മൾ കുറെ എന്താ പറയാ സ്കാൻ ചെയ്യുമ്പോൾ യന്ത്രത്തിൽ കാണുന്ന ചില ലേഖകളായി അല്ലെങ്കിൽ ചില എക്സ്റേ ഷീറ്റുകളായി അല്ലെങ്കിൽ മെഡിക്കൽ ലാംഗ്വേജിന്റെ കുറെ സംഗതികളായിട്ടാണ് വേദന എന്ന് രേഖപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ വേദനയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതായിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഇതിന്റെ അപ്പുറത്തൊരു സംഗതിയും ശരീരം എന്ന് പറയുന്ന ആശയം സാഹിത്യത്തിലും പൊതുജീവിതത്തിലും സംസ്കാരത്തിലും എങ്ങനെ മാറി, അത് എങ്ങനെയാണ് പ്രതിഫലിക്കപ്പെട്ടതെന്ന് ചെറിയ സമയം കൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1996 നോബൽ സമ്മാനം കിട്ടിയ ഒരു കവയത്രിയുണ്ട്, വിസ്ലാവ സിംബോർസ്ക എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിൽ പലർക്കും പരിചയം ഉണ്ടാവും, പലരും വായിച്ചിട്ടുണ്ടാവും. വായിക്കാത്തവര് നിശ്ചയമായിട്ട് വായിക്കേണ്ട ഒരാളാണ് സിംബോർസ്ക. സിംബോർസ്കയെ അറിഞ്ഞാൽ ഒരു പക്ഷേ 20ാം നൂറ്റാണ്ടിന്റെ കവിത നമുക്ക് പറയാം, അത്ര ധൈര്യത്തിൽ പറയും. അവര് എന്റെ ഒരു വരിയുണ്ട്, അതായത് ഏകദേശം എന്റെ അർത്ഥം ഇതാണ്: 1,00,000 വർഷത്തേക്ക് മനുഷ്യര് ജീവിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്, മനുഷ്യൻ പറയുന്ന ഒരു കുലം ഇവിടെ വന്നിട്ട് 1,00,000 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. ബട്ട് ബോഡി ഈസ് സ്റ്റിൽ ദ റിസർവോയർ ഓഫ് പെയിൻ. ശരീരം പറയുന്നത് പെയിന്റ് ഒരു റിസർവോയറായി തന്നെയാണ്, സംഭരണിയായിട്ട് തന്നെയാണ് തുടരുന്നത്. ഇത് ജീവശാസ്ത്രകാരൻ പറയും, മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാല് വളരെ മൃദുവായിട്ടുള്ള ഒരു സംഗതിയാണ്. മനുഷ്യനെ വേദനിപ്പിക്കാൻ നമുക്ക് വലിയ പണിയൊന്നും എടുക്കണ്ട. നമ്മുടെ തൊലി എന്ന് പറയുന്നത് മുതലേറെ തൊലിയോ അല്ലെങ്കിൽ ആമയുടെ പോലെ വലിയ എന്താ പറയാ വലിയ കവചങ്ങളുള്ള തൊലിയൊന്നുമല്ല. നമുക്ക് സന്തോഷിച്ചിരിക്കുന്ന നിമിഷത്തിൽ തന്നെ ആർക്കെങ്കിലും വന്ന് ഒരടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേദനയിലേക്ക് നമ്മൾ പതിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശരീരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ ഇത്രയും വർഷം കഴിഞ്ഞു
നമ്മുടെ കവചങ്ങളായി കുറെ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കവചമാണ്. മുതലത്തൊലിയാണ് നമ്മുടെ ഈ കാണുന്നത്. നമ്മുടെ തോടാണ് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ രാത്രി വീട്ടിൽ കിടക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് ഈ പറയുന്ന കവചങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൃത്രിമമായ ഒരു കവചം ചമച്ചതിനുള്ളിൽ കിടന്നുറങ്ങാൻ ചെയ്യും. നമ്മുടെ സംസ്കാരത്തിൽ ഒരു പ്രശ്നം അതാണ്. ബോഡി സ്റ്റിൽ ദ റിസർവോയർ ഓഫ് പെയിൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമാണ്. സുരക്ഷയെ പറ്റി എത്ര വലിയ ആശങ്ക നമ്മുടെ സംസ്കാരത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വലിയ കെട്ടിടങ്ങൾ കോട്ടകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? കോട്ടയിലേക്ക് ഒരു നിർമ്മിതി നിങ്ങൾ കണ്ടിട്ടില്ലേ? കോട്ടയിലേക്ക് ഒരാൾക്ക് കടക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. അതിന്റെ ചുറ്റും കിടങ്ങുണ്ടാവും, ഇതൊക്കെ ചാടി കിടക്കണം. ഇത് കഴിഞ്ഞ വലിയ ഉയരത്തിലുള്ള സാധാരണ മനുഷ്യർക്ക് കടക്കാൻ പറ്റാത്ത മതിലുകൾ ഉണ്ടാവും. അതിന്റെ ഉള്ളില് കരിങ്കൽ കൊണ്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാവും, ആയുധങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാ? സുരക്ഷ പറയുന്ന ഒരു സംഗതിയെ മുൻനിർത്തിയിട്ടാണ്. ബോഡി സ്റ്റിൽ റിസർവോയർ ഓഫ് പെയിൻ എന്ന് പറയുന്ന ഒരു സെൻട്രൽ തീമിനെ മുൻനിർത്തിയിട്ടാണ് ഇങ്ങനെ വലിയ കോട്ടകൊത്തകളൊക്കെ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒക്കെ മുതലത്തോലാണ് യഥാർത്ഥത്തിൽ. ഏത് കോട്ടയും മുതലത്തോലാണ്. ഈ മുതലത്തോല് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരത്തിൽ പല രീതിയിൽ അത് പുറത്തു വരും. അതിന് നമ്മൾ സൗന്ദര്യാത്മകമായിട്ട് ഓരോ ഘട്ടത്തിലും പല പല ആശയങ്ങൾ. പ്രത്യേക കെട്ടിടത്തിന് നമ്മൾ പറയുന്നത് ഗോതിക് പീരീഡിന്റെ സ്റ്റൈലാണ്, ഇത് റോമിന്റെ സ്റ്റൈലാണ്, ഇത് ഗ്രീക്കിന്റെ സ്റ്റൈലാണ്, ഇത് ഇന്ത്യൻ സ്റ്റൈലാണ്, ഇത് അറബ് സ്റ്റൈലാണ്, ഇത് കേരള മാതൃകയാണെന്നൊക്കെ പറയും. ഏത് മാതൃകയും മുതലത്തോലാണ്. നമ്മളെ ആക്രമിക്കാതിരിക്കാനുള്ള നമ്മളെ ബോഡി എന്ന് പറയുന്നത് വളരെ മൃദുവായിട്ടുള്ള ഏത് സമയവും വേദനയിലേക്ക് തള്ളിവിടാൻ ആർക്കും കഴിയുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസ്കാരത്തിൽ ഇത് മുഴുവൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാര്യം ഇത്രയും കൊല്ലത്തെ സംസ്കാരത്തെ ഒറ്റ വരിയുണ്ട് സിംബോർസ്കർ തകർത്ത് കളയുന്നത്. ബോഡി സ്റ്റിൽ ദ റിസർവോയർ ഓഫ് പെയിൻ. സിംബോർസ്കയെ പറ്റി പറയുമ്പോ ഞാൻ ഇതോട് ബന്ധപ്പെട്ടല്ലെങ്കിലും വേറൊരു കാര്യം അവരെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക. ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടി 96. നോബൽ പ്രൈസ് കിട്ടുമ്പോ അവിടേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ ഒരു പ്രസംഗമൊക്കെ നടത്തുന്നത്. പുള്ളിയുടെ ഒരു പ്രസംഗമുണ്ട്, സിംബോർസ്കർ ഒരു പ്രസംഗമുണ്ട്. ഈ സാധാരണഗതിയില് ഈ നോബൽ ലോറേറ്റ്സിന്റെ ഒക്കെ പ്രസംഗം നമുക്ക് നെറ്റിൽ കിട്ടും അല്ലെ? വലിയ 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 ആശയങ്ങൾ വെച്ചിട്ടാണ് അവർ തുടങ്ങുന്നത്. സിംബോർസ്കർ പറഞ്ഞു, ഒരു കവിയുടെ ജീവിതം വളരെ നിസ്സാരമായിട്ടുള്ള ജീവിതമാണ്. അതില് ഒരു വർണ്ണാഭമായ ഒന്നും തന്നെയില്ല. ഇപ്പൊ ഒരാൾക്ക് ചിത്രകാരനെ പറ്റിയ ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വിചാരിക്കാം. ഒരാൾ വന്നിട്ട്, ഒരു സിനിമ പഠിക്കുന്ന ആൾ വന്നിട്ട് ഒരു ഡോക്യുമെന്ററി ഫിലിമേക്കർ വന്നിട്ട് ഒരു ചിത്രകാരനെ കുറിച്ച് സിനിമ പഠിക്കാൻ വരികയാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണിക്കാൻ പറ്റും. ഒരു ഒഴിഞ്ഞ ക്യാൻവാസ്, ഇയാളിങ്ങനെ ചായക്കൂട്ടുകൾ കൂട്ടുന്നു, ഒരു രൂപമില്ല ക്യാൻവാസ് ഒഴിഞ്ഞെടുക്കാണ്. അങ്ങനെ പലതരം കളറുകൾ കൂട്ടുന്നു, ഇയാൾ ആലോചിക്കുന്നു, ചിത്രം വരയ്ക്കുന്നു, ഇങ്ങനെ കളറുകൾ തെളിഞ്ഞു വരുന്നു, രൂപം തെളിഞ്ഞു വരുന്നു, അവസാനത്തുമ്പോൾ അത് വലിയ ചിത്രമായിട്ട് മാറുന്നു. അപ്പൊ ഒരു ചിത്രകാരന്റെ പണിയെ പറ്റി ഒരു ഡോക്യുമെന്ററി എടുക്കുകയാണെങ്കിൽ അത് കാണാൻ രസമൊക്കെയുണ്ടോ? ഇനി കവിയുടെ കർമ്മത്തെ പറ്റി ഡോക്യുമെന്ററി എടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചു എന്തായിരിക്കും? ഒരു ഒഴിഞ്ഞ പേപ്പർ ഉണ്ട്, ഒരു പേനയോ പെൻസിലോ പിടിച്ചിട്ട് ഒരാളിരിക്കുന്നുണ്ട്, ഒരാളല്ലെങ്കിൽ ഒരു പൊളി ഇരിക്കുന്നുണ്ട്. ഇവര് കുറെ നേരം വെറുതെ ഇരിക്കുക, ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക തന്നെ. കുറെ നേരം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു വരി എടുക്കും. ഒരു വരി എഴുതി പിന്നെയും ഇങ്ങനെ ആലോചിച്ചിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ വരി വെട്ടാൻ തുടങ്ങും. പിന്നെ വീണ്ടും ആലോചിച്ചെന്തെങ്കിലും എഴുതും. സിംബോർസ്കർ പറയുന്നത് ചിലപ്പോ, വളരെ ചിലപ്പോ ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് പിടിച്ച് തിരിച്ചുകൊണ്ടിരിക്കും. ഇതേ ആക്ഷൻ ഉണ്ടാവുള്ളൂ, മറ്റേ മുഴുവൻ വെറുതെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇതൊക്കെ ചുരുട്ടി കൂട്ടി കളയും, ചവിട്ടി കൊട്ടയിൽ കയറി. അപ്പൊ നോക്കുമ്പോൾ ചവിട്ടി കുറെ കടലാസ് എടുക്കും. ഇതാണ് കവിയുടെ കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നോബൽ പ്രൈസ് ഒക്കെ തരും, ഈ സമ്മാനമൊക്കെ മേടിക്കും. നാളെ എല്ലാ ഭാഷയിലെയും എല്ലാ പത്രങ്ങളിലും ഞാൻ അറിയും. 2 ദിവസത്തേക്ക് ഞാൻ എന്താ സെലിബ്രിറ്റിയാവും, വലിയ താരാവും. വൈകുന്നേരം തന്നെ ഇരുന്ന് ഈ പണി ചെയ്യണം. ഏത് പണി? ഈ കടലാസിന്റെ മുന്നിൽ ഈ പേനയും പിടിച്ചിരിക്കുന്ന പണി. അപ്പൊ കടലാസിനോട് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നത്തെ സിംബോർസ്കർ അല്ല, ഞാൻ നോബൽ പ്രൈസ് കിട്ടി വന്നിരിക്കാന്ന് പറഞ്ഞ ഒരു കാര്യവും ആ കടലാസ് തരില്ല, ഒരു കാര്യവും തരില്ല നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് സിംബോർസ്കർ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഈ തരത്തില് ബോഡി സ്റ്റിൽ റിസർവോയർ ഓഫ് പെയിൻ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത ഈ ഒരാൾക്കാണെങ്കിൽ ഈ നോബൽ സമ്മാനം കിട്ടിയ ശരീരം എന്ന് പറയുന്നത് വലിയ സെലിബ്രിറ്റിയുടെ ഒരു ശരീരമാണ്,
വലിയ ശരീരമാണ്, മറ്റു മനുഷ്യർ കൂടെ ഉറ്റുനോക്കുന്ന ശരീരമാണ്, ഞാൻ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന ഒരു ശരീരമാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇങ്ങനെ വൈകുന്നേരം ഈ കടലാസിന്റെ മുന്നിൽ ചെന്നിരുന്നാൽ എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു വരി പോലും അത് തരില്ലാതെ ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഈ ബോഡി സ്റ്റിൽ ദ റിസർവോയർ ഓഫ് പെയിൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വലിയ അപനിർമ്മാണമാണ്, ഡീകൺസ്ട്രക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ സിംബോൾസ്കാർ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കണ്ട നൂറ്റാണ്ടുകൾ മുഴുവൻ ശരീരത്തെ പറ്റി നമുക്ക് തന്നിട്ടുള്ള വലിയ അഭിമാനങ്ങൾ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് വലിച്ച് താഴെയിടുകയാണ്. നമ്മളെല്ലാവരെയും അങ്ങനെ ഒരു തരത്തിൽ തുല്യക്കാണ്, ശരീരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തുല്യത സൃഷ്ടിക്കാൻ. അങ്ങനെ വരുമ്പോ ഈ പെയിൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്ന ചോദ്യം നമ്മൾ വീണ്ടും അഭിമുഖീകരിക്കേണ്ടി വരും, വീണ്ടും അഡ്രസ് ചെയ്യേണ്ടി വരും. എന്താണ് പെയിൻ, അല്ലെങ്കിൽ പെയിനും ഞാൻ എന്ന് പറയുന്ന ഈ ടേമും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാനും എന്റെ വേദനയും എന്ന് പറയുന്ന ഒരു സംഗതി എന്തുകൊണ്ടാണ് മറ്റാൾക്ക് ഈ അപരിചിതമാവുന്നെന്നുള്ള ചോദ്യം. ആക്സിഡന്റ് ഈസ് സംതിങ് വിച്ച് ഹാപ്പൻ ടു അതർ പീപ്പിൾ എന്ന് പറയും സാധാരണ. അപകടം എന്ന് പറയുന്നത് മറ്റു മനുഷ്യർക്ക് പറ്റുന്നതാണ്, നമുക്ക് പറ്റുന്നതല്ല എന്നാണ് നമ്മുടെ വിചാരം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കരുണയും സഹതാപമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. കാരണം എല്ലാം മറ്റുള്ളവർക്കാണ് സംഭവിക്കുക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ആ സന്ദർഭത്തിൽ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് കരുണയുണ്ട്, ആവശ്യത്തിന് സഹതാപമുണ്ട്, ചാരിറ്റി ഉണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഒക്കെ എപ്പോഴും ഇങ്ങനെ ചാരിറ്റി ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പക്ഷേ അവിടെ നമ്മൾ ഒരു ആത്യന്തിക സത്യത്തിലേക്ക്, സാഹിത്യമൊക്കെ നടത്തുന്ന ഒരു ആത്യന്തിക സത്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇക്വാലിറ്റി ഓഫ് പെയിൻ എന്ന് പറയുന്ന ഒരു സാധനം എവിടെയോ വെച്ചിട്ട് മിസ്സിംഗ് ആവും. നമ്മൾ സ്വയം ബഹുമാനിതരാവാൻ വേണ്ടി മറ്റുള്ളവർ അല്പം താഴ്ന്നു കിടക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ കുറച്ചുകൂടി വേദനാജനകമായ അവസ്ഥയിൽ കിടക്കണം എന്ന് പറയുന്ന ഒരു സംഗതി എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ സംസ്കാരത്തിലുടനീളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മളെ വിശുദ്ധരാക്കുന്നത്, നമ്മളെ കുറെ കൂടി ഗ്ലോറിഫൈ ചെയ്യുന്നത്, നമ്മളെ കുറെ കൂടി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെങ്കിൽ നമ്മൾ തുല്യമായൊരു ശാരീരിക വേദനയുടെ അവസ്ഥയിൽ നിന്ന് നമ്മൾ വരാം. മറിച്ച് ഒരാൾ സുഖിക്കണം, ഒരാൾക്ക് കുറച്ച് അസുഖവും വേണം, അങ്ങനെ ഒരു ഇൻഇക്വാലിറ്റി വരണം. അവിടെ വരുമ്പോഴാണ് ഈ സാഹിത്യം എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ മറ്റൊരു തരത്തിൽ, അല്ലെങ്കിൽ ഒരു ചികിത്സാ സമ്പ്രദായത്തിന് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിന് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ ഒരു എന്താണ് വേദന എന്ന് പറയുന്നതിന്റെ മറ്റൊരു അന്വേഷണം, സംസ്കാരത്തിലെ അന്വേഷണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. കെ ജയശീലൻ എന്ന് പറയുന്ന മലയാളത്തിൽ ഒരു കവിയുണ്ട്, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ. ജയശീലൻ ഒരു ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ പഠിച്ച മനുഷ്യർക്ക് അറിയായിരിക്കും. ആ മേഖലയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ്, ഭാഷാശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് വലിയ പ്രസിദ്ധി നേടിയ ഒരാളാണ് ജയശീലൻ. ഇപ്പോഴത്തെ ഫ്ലൂ, പണ്ടത്തെ സീഫനിലെ ഭാഷാശാസ്ത്രത്തിന്റെ വിഭാഗത്തിന്റെ തലവനൊക്കെയായിരുന്നു. പക്ഷേ അത് വലിയ കവിയാണ്, വലിയ മലയാള കവിയാണ്. പക്ഷെ അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ കവിത വായിച്ചുള്ളൂ. ജയശീലിന്റെ ഒരു കവിതയിൽ, ജയശീലിന്റെ ഒരു കവിതയിൽ പറയുന്നത് ഗുവാട്ടിമാലയിൽ ഒരു കാല് എന്നാണ് അതിന്റെ കവിതയുടെ പേര്. ഗുവാട്ടിമാലയിൽ ഒരു കാല്. ഗുവാട്ടിമാല നിങ്ങൾക്കറിയാം, തെക്കേ അമേരിക്കയിലെ, ലാറ്റിൻ അമേരിക്കയിലെ ഒരു ചെറിയ സ്ഥലമാണ്, ഒരു ചെറിയ റിപ്പബ്ലിക്കാണ്. ആ കവിത പോകുന്നത് ഇങ്ങനെയാണ്: ഗാട്ടിമാലയിൽ എനിക്കൊരു കാലുണ്ടെന്ന് സങ്കല്പിക്കുക, എൻ്റെ ഒരു കാല് ഗോട്ടിമാലയിൽ ആണെന്ന് സങ്കല്പിക്കുക, ഞാൻ അതിനു വേണ്ടി ഒരു ട്രസ്റ്റ് പണി, അങ്ങനെയൊക്കെ പോണ ഒരു കവിതയാണ്, കുറച്ചൊരു ഫാന്റസി ആയിട്ടുള്ള ഒരു കവിതയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളില് പെയിനെ പറ്റിയുള്ള ഒരു വരികളിലാണ് അത് അവസാനിക്കുന്നത്. അതായത് ജയശീലൻ പറയുന്നത്, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വിരൽത്തുമ്പിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. നമ്മുടെ ശരീരം നമ്മുടെ വിരൽത്തുമ്പിൽ അവസാനിക്കുന്നു. അതാണ് നമ്മളൊരു നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ ഭാഗം പെയിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ ശരീരത്തിന്റെ ഈ വിരലിന്നാണ് മനുവിന്റെ ശരീരം തുടങ്ങുന്നതെന്ന് വിചാരിക്കാം. നമ്മുടെ ഈ വിരലിന്ന് മനുവിന്റെ വിരലും ഒരുപോലെ സയാമീസ് ഇരട്ടകളെ പോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് തുടങ്ങുന്നു വിചാരിക്കാം. മനുവിന്റെ വിരലിന്ന് ടീച്ചറെ വിരല് അവിടെ നിന്നാണ് തുടങ്ങുന്നത് വിചാരിക്കാം.
നമ്മളൊക്കെ പരസ്പര ബന്ധിതമായ ഒരു ശരീരമായിരുന്നെങ്കിൽ എനിക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല കാര്യം, മറിച്ച് ആ വേദന എന്ന് പറയുന്നത് മുഴുവൻ പറ്റും, ഈ ഹോളിൽ മുഴുവൻ പറ്റും, എല്ലാവരും കരയും. അല്ലെങ്കിൽ എന്നെ ഒരാൾ ഇക്കിളിയിട്ടാല് ഞാൻ ചിരിച്ചു കഴിഞ്ഞാല് ഇത് മൊത്തം ചിരിക്കും. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്റെ ശരീരം കൂടെ അവസാനിച്ചതോളാണ് പ്രശ്നം. അതാണ് പെയിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ മുറിഞ്ഞു പോയ ഒരു ഞരമ്പ് നമുക്കിടയിലുണ്ട്. നമ്മുടെ ഈ കൂട്ടത്തിലും എനിക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇടയിൽ മുറിഞ്ഞു പോയ ഒരു ഞരമ്പിന്റെ പ്രശ്നമുണ്ട്. ഈ മുറിഞ്ഞു പോയ ഞരമ്പ് നമ്മൾ വീണ്ടും നിർമ്മിക്കുന്നത് ഭാഷ കൂടിയാണ്. ഭാഷയാണ് നമ്മുടെ ഈ ഞരമ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സർഗാത്മകതയുടെ ഭാഷ എന്ന് പറയുന്നത്. ഭാഷയ്ക്ക് തന്നെ പല തലങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ സർഗാത്മകതയുടെ ഭാഷ എന്ന് പറയുന്നത് എപ്പോഴും സൃഷ്ടിക്കുന്നത് ഈ മുറിഞ്ഞ ഞരമ്പിനെയാണ്. ഈ മുറിഞ്ഞ ഞരമ്പിനെ കൂട്ടിച്ചേർക്കാൻ അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കവിത ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനയെ എന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പണിയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഞരമ്പ് നമ്മൾ ഒന്നിച്ചായിരുന്നെങ്കിൽ, മുറിയാതിരുന്നെങ്കിൽ ആർക്കും പറയാതെ അറിയുന്ന ഈ വേദന എന്ന് പറയുന്നത് എല്ലാവർക്കും എത്തുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഭാഷ കൊണ്ട് ആ ഞരമ്പ് വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പെയിനെ പറ്റിയുള്ള, വേദനയെ പറ്റിയുള്ള കവിതയുടെ മുഴുവൻ സന്ദേഹങ്ങൾ എന്ന് പറയുന്നത് ഈ നിർമ്മാണമാണ്. ഈ മുറിഞ്ഞു പോയ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഇപ്പോഴില്ലാത്ത ഒരു ഞരമ്പിനെ പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്ന വലിയ പണിയാണ് കവിത ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വ്യക്തിയുടെ ശരീരം എന്നത് വിട്ട് സമൂഹ ശരീരം എന്നുള്ള സ്ഥലത്തേക്ക് പോകേണ്ടി വരും, രാഷ്ട്ര ശരീരം എന്നുള്ള സ്ഥലത്തേക്ക് പോകേണ്ടി വരും, ചിലപ്പോ ആഗോള ശരീരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ നിരവധി തരത്തിലുള്ള ശരീരങ്ങളെ നമ്മൾ ഈ ഒറ്റ ശരീരം വിട്ട് ഈ ശരീരങ്ങളുടെ ഒരു വലിയ തുടർച്ച, വലിയ ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ശരീരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു പോക്കായിരുന്നു നമ്മുടെ ഈ കവിതയിൽ മുഴുവൻ. കവിതയുടെ ഒരു ജേണി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ട് തൊട്ട് തുടങ്ങുന്ന ഒരു കവിതയുടെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മോഡേണിസം എന്നൊക്കെ പറയും. മോഡേണിസത്തിന് മാത്രം ഈ വ്യവച്ഛേദങ്ങളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് അത് ഒരു അക്കാഡമിക്കായിട്ട് അറിയാൻ സഹായിക്കുമെങ്കിലും ഇതിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഒരു വലിയ സഞ്ചാരം എന്ന് പറയുന്ന കവിത ഒരു വലിയ വഴി തുറന്നിട്ടുള്ളത് ഇങ്ങനെ ശരീരത്തിന്റെ വിപുലീകരണം എന്ന് പറയുന്ന, ശരീരത്തെ വിപുലീകരിച്ച ആശയങ്ങളാക്കുക എന്ന് പറയുന്നത് വ്യക്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ എന്നെ മറികടക്കുന്ന ഒരു വേദന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടാണ്. മറ്റെന്താ ഒരു മെഡിക്കൽ രംഗത്താണെങ്കിൽ ഞാനും വേദനയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇയാൾ എക്സിന് ഒരു അസുഖം എന്നാ പറയും, എക്സിന് ഇന്ന അസുഖമാണ്, എക്സിന് മാരക അസുഖമാണ്, അല്ലെങ്കിൽ എക്സിന്റെ അസുഖം പെട്ടെന്ന് മാറും എന്ന് പറഞ്ഞാൽ എക്സിനെയും ഈ രോഗത്തെയും വേദനയും വേർതിരിക്കാൻ പറ്റും. പക്ഷെ കവിതയിൽ വരുമ്പോ ഈ എക്സിന്റെ വേദന എന്ന് പറയുന്നത് വേറെ സ്ഥലത്തേക്കും വേറെ അറ്റത്തേക്കും വ്യാപിക്കാൻ വരും. അതുകൊണ്ട് ജയശീലിന്റെ കവിതയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ജന്തു നടുവടിച്ച് കെടുക്കാണ് പോകുന്നത്. ഒരു മൃഗത്തിന് പേര് പോലും പറയുന്നില്ല, നായാണോ പൂച്ചയാണോ വായിക്കുന്ന ആൾക്ക് സങ്കല്പിക്കുക. നമ്മള് റോട്ടിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു രംഗമാണ്. നമ്മുടെ ഈ ഹൈവേയിലും അല്ലെങ്കിൽ അതിവേഗ പാതയിലൊക്കെ നിരന്തരം കാണുന്ന ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരു ജന്തു കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈ ജന്തുവിന് പേര് പറയുന്നില്ല കവിതയിൽ. കാരണം അതിന് പേര് പറയേണ്ട കാര്യമില്ല. കാരണം അത് വേദന എന്ന് പറയുന്ന ഒരു വംശത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. അത് അതിന്റെ കുലം, അതിന്റെ അഡ്രസ്, അതിന്റെ വിലാസം, അതിന്റെ പേര് എല്ലാം വേദനയായിരിക്കുകയാണ്. അത് ഏത് വേദനിക്കുന്ന ഏത് മൃഗവും, മനുഷ്യൻ തൊട്ട് ഏറ്റവും താഴെയുള്ള ഏകകോശ ജീവി വരെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പെയിൻ എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് അത് വീണുപോയി. പിന്നെ അതിന്റെ പേരും വിലാസമൊന്നും തിരക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദന തന്നെ ഒരു വംശമാണെന്ന് തിരിച്ചറിയുന്ന തരത്തില് വലിയ ആഴക്കാഴ്ച 20-ാം നൂറ്റാണ്ടിന്റെ കവിത തന്നിട്ടുണ്ട്. കവിത മാത്രമല്ല, എല്ലാ സർഗാത്മക സൃഷ്ടികളും തന്നിട്ടുണ്ട്. അതുകൊണ്ട് പെയിൻ അണ്ടർലൈൻ ആയിട്ട് കിടക്കുന്നത്, പെയിൻ ഒരു അന്തർധാരയായിട്ട് കെടുക്കുന്ന ഒരു എഴുത്താണ്, ഒരു എഴുത്തിന്റെ വിപുലീകരണങ്ങളായി 20-ാം നൂറ്റാണ്ടിലെ ഏത് വലിയ കൃതിയും നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. എത്ര വലിയ കൃതിയും വായിച്ചെടുക്കാൻ പറ്റും. ചിലപ്പോ നിങ്ങൾ ഈ വേദന എന്ന് പറയുമ്പോ അത് എല്ലാം കണ്ണീര് ഒഴുക്കുന്ന എന്തോ ആണെന്ന് ധരിക്കരുത്. സാഹിത്യത്തിന് വരുമ്പോ അതെപ്പോഴും കണ്ണീര് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പൈങ്കിളി എന്നൊക്കെ വിളിച്ച് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്ന ഒന്നുമായി
ഏതോ തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായിട്ട് വിചാരിക്കരുത്. അത് ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ്. ആ ശരീരത്തിന്റെ തുല്യത എന്ന് പറയുന്നതാണ് അതിലേക്ക് നയിക്കുന്ന ഒരാശയമായിട്ടാണ് പലപ്പോഴും വേദന അത് പ്രവർത്തിക്കുക. അല്ലാതെ ഈ ഏതെങ്കിലും തരത്തില് കണ്ണീര് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് നമ്മളെ സഹാനുഭൂതിയുള്ളവരാണ് ഇതൊന്നുമല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് സ്ലാവോൽ സിസക്കിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു. നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകനാണ് സിസക്ക്. ഈ കുറച്ചു കാലം മുമ്പ് വാൾ സ്ട്രീറ്റ് ഉപരോധം ഉണ്ടായി തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. അമേരിക്കയിൽ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായി, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഈ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറയുന്ന പോലെ സ്വയമേവ ആളുകൾ വന്ന്, പ്രത്യേകിച്ച് യുവജനങ്ങൾ വന്ന് വാൾ സ്ട്രീറ്റിൽ വലിയ സത്യാഗ്രഹവും നിരാഗ്രഹവും ഒക്കെ ഇരിക്കാൻ തുടങ്ങി, ഒരു സമരം തുടങ്ങി. വാൾ സ്ട്രീറ്റ് ആണ് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രം. അവിടെയാണ് ഈ ഓഹരി ചന്ത, അമേരിക്കയിലെ ഓഹരി ചന്ത നടത്തുന്നത്. അപ്പൊ ഈ ഓഹരി ചന്തയുടെ ഈ കെട്ടിമറിച്ചിലുകളാണ് അമേരിക്കയിലെ മൊത്തം മനുഷ്യരുടെ സാമ്പത്തിക നില നിശ്ചയിക്കുന്നത്. ഈ കെട്ടിമറിച്ചല് എങ്ങനെയാണ് അമേരിക്കയിലെ ആളുകളെ ദരിദ്രരാക്കുന്നതും സമ്പന്നരാക്കുന്നതും എന്നൊക്കെ പറയുന്ന ആ വാൾ സ്ട്രീറ്റിന് ഉപരോധിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭാവി വാൾ സ്ട്രീറ്റ് അല്ല നിർണ്ണയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വലിയ ഉപരോധം കാഴ്ചവെക്കാൻ അമേരിക്കയിലെ യുവജനങ്ങൾ. അപ്പോ സിസക്ക് അവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നേ. അപ്പൊ സിസക്ക് അതിന്റെ ഒരു കഥ പറഞ്ഞു. സിസക്ക് പറഞ്ഞത് പണ്ട് ഈ റഷ്യയില് സൈബീരിയ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ? സൈബീരിയ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഒന്ന്, അവിടെ ദുഷ്കരമായ കാലാവസ്ഥയാണ്, അവിടെ മനുഷ്യർക്കൊന്നും താമസിക്കാൻ പറ്റില്ല, വലിയ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. രണ്ടാമത് അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ പറഞ്ഞയക്കുന്ന സ്ഥലമാണ്. റഷ്യയിലെ വലിയ ജയിലുകളൊക്കെ അവിടെയുണ്ട്. അപ്പൊ മോസ്കോ പോലുള്ള ഒരു സ്ഥലത്ത് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അടുത്ത സുഹൃത്തുക്കളാണ്. ഇവരെല്ലാ ദിവസവും കാണും, എല്ലാ ദിവസവും വർത്താനം പറയും. രണ്ടുപേർക്കും സാഹിത്യത്തിലും കലകളിലൊക്കെ വലിയ താല്പര്യമുണ്ട്. എല്ലാ ദിവസവും കണ്ട പുസ്തകങ്ങളെ പറ്റി പറയും, കണ്ട സിനിമകളെ പറ്റിയിട്ട് പറയും. അങ്ങനെ ഇതിലൊരാൾക്ക് ജോലി കിട്ടുകയാണ്. സൈബീരിയയിലാണ് ജോലി കിട്ടുന്നത്. സൈബീരിയയിലെ ജയിലില് ഒരു ജയിലറായിട്ട് ജോലി കിട്ടിയിട്ട് ഇയാൾ പോവാണ്. അപ്പൊ ഇയാൾക്ക് അറിയാം സൈബീരിയ എന്താണ്, ഒരു ലോകവിവരമുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഇയാൾ കൂട്ടുകാരോട് പറയും, ഞാൻ സൈബീരിയ പോവാണ്, എനിക്കറിയാം അവിടെ കൊടിയ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നത്, അവിടെ വലിയ പ്രശ്നമാണ്, വലിയ പീഡനങ്ങളുടെ സ്ഥലമാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്നെ എഴുതി അറിയിക്കാൻ പറ്റില്ല അവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സെൻസർഷിപ്പ് ഉണ്ട്, വലിയ സെൻസർഷിപ്പാണ് ജയിലിൽ. ജോലിക്കാരൊക്കെ കത്തെഴുതി കഴിഞ്ഞാല്, അന്ന് മെയിലും വാട്സാപ്പും ഒന്നും ഇല്ലല്ലോ, കത്തെഴുതണം. കത്തെഴുതി കഴിഞ്ഞാല് നമ്മള് മേലാഫീസറുടെ കയ്യിൽ കൊണ്ടുകൊടുക്കണം, ഈ കത്ത് അയച്ചോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാളത് വായിച്ചു കൊടുക്കും. അയാളത് വായിച്ചു നോക്കിയിട്ട് പറയുന്നു, ഇതിന്റെ ഉള്ളിൽ ഇന്ന വാചകങ്ങള് എഴുതാൻ പാടില്ല, പുറത്തേക്ക് വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ വാചകങ്ങൾ വെട്ടിക്കളയും. ചിലപ്പോ അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഓഫീസർ എത്തുന്നു. അപ്പൊ ആ ഓഫീസർ പറയും, ഖണ്ഡിക തന്നെ പാടില്ല, ഈ പാരഗ്രാഫ് തന്നെ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വെട്ടിക്കളയും. ചിലപ്പോ അതിന്റെ മുകളിൽ ഓഫീസർ അടുത്ത് പോകുമ്പോ ഈ കത്ത് തന്നെ അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കീറിക്കളയും. ഇനി അതിന്റെ മുകളിൽ ഓഫീസർ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഈ കത്ത് എഴുതിയ ആള് തന്നെ ഇനി ഒരു കത്ത് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ തല വെട്ടിക്കളയും. അപ്പൊ ഈ തരത്തിലുള്ള സെൻസർഷിപ്പാണ് ഉള്ളത്. അപ്പൊ ഒരു കത്തയക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത്, അവിടുത്തെ യാഥാർത്ഥ്യം അറിയിക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ ഇയാൾ പറയും, എനിക്കറിയാം അവിടെ വലിയ സെൻസർഷിപ്പാണ്, പക്ഷെ എനിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണമെന്നുണ്ട്, നമുക്ക് അതുകൊണ്ട് ഒരു തന്ത്രം ഉണ്ടാക്കിയിട്ട് പോവാം. നമ്മൾ തമ്മിൽ നമുക്ക് രണ്ടാൾക്കും ഇടയിൽ മാത്രം അറിയുന്ന ഒരു കാര്യം നമ്മളിപ്പോ പറഞ്ഞു ഉറപ്പിച്ചിട്ട് പോവാം. ഇത്രയേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്ന് നിനക്ക് നീല മഷിയിലാണ് കത്തെഴുതുന്നെങ്കിൽ അത് മുഴുവൻ സത്യമാണ്. നീല മഷിയിൽ എഴുതി കഴിഞ്ഞാൽ അത് മുഴുവൻ സത്യമാണ്. നീല മഷിയിൽ ആണ് നിനക്ക് കത്ത് കിട്ടുന്നത്. അപ്പൊ സൈബീരിയ ഒരു ചീത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൈബീരിയ ഒരു ചീത്ത സ്ഥലമാണെന്ന് തന്നെയാണ്. അതേസമയം ചുവന്ന മഷിയിലാണ് ഞാൻ കത്തെഴുതുന്നെങ്കിൽ നീ നേരെ വിപരീതം വായിക്കണം. ചുവന്ന മഷിയില് സൈബീരിയ ഒരു നല്ല സ്ഥലമാണെന്ന് എഴുതിയാൽ നീ വായിക്കേണ്ടത് സൈബീരിയ ഒരു ചീത്ത സ്ഥലമാണെന്നാണ്. സൈബീരിയ വളരെ നല്ല സ്ഥലമാണെന്ന് എഴുതിയാലോ നീ വായിക്കേണ്ടത്, നീ മനസ്സിലാക്കേണ്ടത് വളരെ ചീത്ത സ്ഥലമാണ്. അങ്ങനെ നമുക്ക് അവിടുത്തെ യാഥാർത്ഥ്യങ്ങളൊക്കെ ഞാൻ നിന്നെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇയാൾ പോയി 2 ആഴ്ചക്ക് ഒരു വിവരമില്ല.
2 ആഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരന് ആദ്യത്തെ കത്ത് കിട്ടുക. കത്ത് കിട്ടിയപ്പോ നല്ല നീല മഷിയിലാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പൊ നീലമഷി എന്താണ്? നീലമഷി സത്യമാണ്. ഇയാൾ വായിക്കുകയാണ്. വായിച്ചപ്പോ ആദ്യത്തെ വാദ്യം സൈബീരിയ വളരെ നല്ല സ്ഥലമാണ്, നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. ഇവിടെ നിറച്ച് ലൈബ്രറികളാണ്, നമുക്ക് ഇഷ്ടമുള്ള പുസ്തകം എടുത്ത് വായിക്കാം. മോസ്കോയിൽ പോലും ഇത്ര സൗകര്യം കിട്ടില്ല. കാരണം ലോകത്ത് ഏത് പബ്ലിഷറോ പുസ്തകത്തിയാലും ആദ്യത്തെ കോപ്പി സൈബീരിയക്ക് അയക്കണം. ബാക്കിയുള്ള കോപ്പി ബാക്കിയുള്ള ലൈബ്രറികൾക്ക് കൊടുക്കുള്ളൂ. ഇനി സിനിമയിൽ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ നിറച്ച് സിനിമാശാലകളാണ്. എവിടെ കയറി നമുക്ക് സിനിമ. മാത്രമല്ല നമ്മുടെ മോസ്കോയിലെ സിനിമാശാലകൾ അപേക്ഷിച്ച് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് മോസ്കോയിലൊക്കെ കളിക്കുന്ന സിനിമ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആഴ്ച ഓടുന്ന സിനിമയല്ല പോയി കാണാൻ പറ്റുള്ളൂ, നമ്മുടെ അവിടെ പോലെ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ആവശ്യപ്പെടാം. പൈസ കൊടുത്ത് ഒരു ചെറിയ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് ഇന്ന സിനിമ കാണുമെന്ന് പറഞ്ഞാൽ അത് കാണിച്ചു. ഇനി ഭക്ഷണത്തിന് താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ നിറച്ച് ഭക്ഷണശാലകളാണ്. ലോകത്ത് ഏത് ഭക്ഷണവും ഏത് നല്ല ഭക്ഷണവും ഇവിടെ കിട്ടും. അങ്ങനെ മോസ്കോയിലൊക്കെ വലിയ സ്ഥലമാണ് സൈബീരിയ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ കത്തെഴുതി. ഇയാൾ വിചാരിക്കും എന്റെ ദൈവം എങ്ങനെയാണ് മനുഷ്യർ ഫാസിസ്റ്റുകളാവുക. 2 ആഴ്ച കൊണ്ട് ഇവിടെ കലയും സാഹിത്യവും ഒക്കെ പഠിച്ചിരുന്ന മനുഷ്യൻ, എനിക്കും അറിയാം അയാൾക്കും അറിയാം സൈബീരിയയിൽ എന്താ നടക്കുന്നത്. അത്ര മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇവൻ അവിടെ ചെന്ന് അവരാളായി തീർന്നിരിക്കാന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വരികയാണ്. ഇങ്ങനെ വായിച്ചു സൈബീരിയയെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ മാത്രം. നീലമഷിയാണ്, സത്യമാണ്. അവസാനം ഒരു വാചകം എഴുതിയിട്ടുണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങളും കിട്ടും, ഒരു സാധനം മാത്രം കിട്ടാൻ പോകും, ചോന്ന മഷി. ചോന്ന മഷി മാത്രം കിട്ടാൻ പോകും. ഇതാണ് സാഹിത്യം. ഈ വേദനയുടെ മറ്റൊരു വശമായിട്ടുള്ള നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത ടോർച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലം വരുന്നത്. ടോർച്ചർ എന്ന് പറഞ്ഞാല് ഒരു ചികിത്സയാണ് ശരിക്കും, അല്ലെ? ഡോക്ടർ ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് പോലീസ് ചികിത്സിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് നമ്മളെ ചികിത്സിക്കുന്നത്. അപ്പോ ഈ വേദന എന്ന് പറയുന്ന ആശയം 20ാം നൂറ്റാണ്ടൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ, സ്വാതന്ത്ര്യമൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോ അത് ഭരണകൂടത്തിന്റെ ഒരു വിഷയം കൂടിയാവുന്നുണ്ട്. പീഡനം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ വേദന എന്ന് പറഞ്ഞാല് അപ്പൊ ആ സ്ഥലത്തെത്തുമ്പോ നമ്മൾ വ്യക്തിയുടെ ശരീരം എന്നുള്ളത് വിട്ട് സമൂഹ ശരീരം, സംസ്കാര ശരീരം എന്നൊക്കെ പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. അപ്പൊ സാഹിത്യത്തിനോട് ഒരു സ്റ്റേറ്റ് ആവശ്യപ്പെടുക, ഒരു ഭരണകൂടം എപ്പോഴും ആവശ്യപ്പെടുക, റിയാലിറ്റി അറിയിക്കരുത്, നിങ്ങൾക്ക് സെൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ എപ്പോഴും നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള സർവൈലൻസിന്റെ ഉള്ളിലാണ് നിങ്ങൾ എന്നുള്ള ഒരു സംഗതിയാണ്. പണ്ടും ചെയ്തിരുന്നു വാദികളൊക്കെ മാറുന്നതാണ്, ക്യാമറ ഒന്നും ഇല്ലെന്നുള്ളൂ. അന്ന് മറ്റൊരു തരത്തിലുള്ള രീതിയിലേക്ക് സർവൈലൻസ്, ഇപ്പോഴും വേറെ രീതിയിലുള്ള സർവൈലൻസ് ആണ്. ഭാഷയ്ക്ക് മുകളിലും ഒരു സർവൈലൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പദങ്ങളുണ്ട്. ഇന്ന പദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജയിലിൽ പിടിച്ചിടുന്ന സംഗതികളുണ്ട്. ഇന്ന ആശയം പറഞ്ഞാൽ നിങ്ങളെ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റിന്റെ കയ്യിൽ ഒരു ഉപകരണമായി നിങ്ങളുടെ ശരീരം മാറും എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഇങ്ങനെ നിരവധി സംഗതികളുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ സാഹിത്യം മറികടന്നു എന്നുള്ളതിന്റെ ഏറ്റവും ചെറിയ കഥയാണ് ഞാൻ പറഞ്ഞത്, അല്ലെ? നിങ്ങൾക്ക് ചോന്ന മഷി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നീലമഷി കൊണ്ട് ചോന്ന മഷി ഉണ്ടാകും. അതാണ് ഈ കഥ മുഴുവൻ പറയുന്നത്. ആ അവസാന വാചകം കൊണ്ട് ഇയാൾ ഈ പറയുന്ന സംഗതികളെ മുഴുവൻ പൊളിച്ചെടുക്കുന്നുണ്ട്, മുഴുവൻ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ സെൻസർഷിപ്പിനെതിരെയുള്ള അല്ലെങ്കിൽ ടോർച്ചറിനെതിരെ സാഹിത്യം ചെയ്തതിന്റെ ഒരു സിമ്പിൾ ഉദാഹരണം, വളരെ ലളിതമായ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സാധാരണ മനുഷ്യർക്ക് ഇത് കിട്ടില്ല. സാധാരണ സംസ്കാരത്തിലെ സാധാരണ മനുഷ്യർ, ഇപ്പൊ നമ്മളൊക്കെയാണ് സൈബീരിയയിൽ ജോലി കിട്ടിപ്പോയെന്ന് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സത്യം അറിയിക്കണം നമ്മുടെ കൂട്ടുകാരനെ. നമ്മൾ എന്നും കടയിൽ ചോദിക്കും, ചോന്ന മഷി വന്നു എന്ന് ചോദിക്കും, അല്ലെ? അപ്പൊ പറയും അടുത്ത ആഴ്ച വരുള്ളൂ, ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ ഇവിടെ ആർക്കും ചോന്ന മഷി ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച വന്നിട്ടുള്ളൂ. നമ്മൾ പോയി വിലാപകാരി എടുക്കും. നമ്മൾ ആരും അറിയാണ്ട് അവിടെ പോയിട്ട്, അല്ലെ, വിഷമവും നമ്മുടെ സങ്കടമൊക്കെ വെച്ചിട്ട് വിലാപകാരി എഴുതും. ഇത് കാണാൻ പാടില്ല, ഇത് കണ്ടാലും ചിലപ്പോൾ പിടിച്ചുകൊണ്ടേറ്റിരിക്കും. അപ്പൊ നമ്മൾ അത് വല്ല തലയുടെ അടിയിലോ അല്ലെങ്കിൽ മരത്തിന്റെ അടിയിലോ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കും, അല്ലെ? എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് കുടിച്ചിട്ടിട്ട് അവിടെ ഇരിക്കും. പിന്നത്തെ ആഴ്ച നമ്മൾ പോകും, ചോന്ന മഷി വന്നോ
അപ്പൊ ഇല്ല, നിങ്ങൾ മാത്രമേ കൊടുത്ത് 1 പക്ഷേ എന്നെ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇതിപ്പോ വരുന്ന മട്ടില്ല, ചിലപ്പോൾ അടുത്ത ആഴ്ച വന്നേക്കും. ഇങ്ങനെ നീട്ടി വെച്ച് നമ്മുടെ റെസിസ്റ്റൻസും നമ്മുടെ ജീവിക്കാനുള്ള ത്വരയും നമ്മൾ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് എന്ത് റോളാണോ ചെയ്യേണ്ടത് ആ റോളിൽ നിന്ന് എപ്പോഴും ദൂരെ നിൽക്കുന്ന ഒരാളായിട്ട്, ഫാർ ഫ്രം എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അനുഭവത്തിൽ നിന്ന് നാട് കടത്തപ്പെട്ട ഒരു മനുഷ്യരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ശരീരവും അങ്ങനെയാവും, നമ്മുടെ മനസ്സ്. ഇതൊന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളല്ല മനസ്സ് ശരീരം എന്നൊക്കെ പറയുന്നത്. മറിച്ച് ഒരു ബോഡി എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഈ പറയുന്ന ഒരു റെസിസ്റ്റൻസിന്റെ ബോഡിയിൽ നിന്ന് നമ്മൾ സ്വയം വേർപ്പെടുത്തി നമ്മൾ എവിടെയെങ്കിലും ചെന്ന് പ്രതിഷ്ഠിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ വേറൊരു തരത്തിലുള്ള മുതലെത്തുണ്ട്. അത് നമ്മുടെ എക്സ്ക്യൂസസ് ആണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ എക്സ്ക്യൂസസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മധ്യവർഗ ജീവികൾക്ക് ഏറ്റവും കൂടുതൽ പറയാം, പ്രത്യേകിച്ച് കുറച്ച് പ്രായം, എൻ്റെ എത്ര പ്രായമായി കഴിഞ്ഞാൽ മുഴുവൻ എക്സ്ക്യൂസസ് ആണ് നമുക്ക് പറയാനുള്ളത്. മഴയുള്ളത് കൊണ്ട് സമരത്തിന് വരാൻ പറ്റിയില്ല, കൊടയെടുക്കാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഈ 2 വരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വരി, ഈ 2 വരി ഉണ്ടെങ്കിൽ നമ്മൾ സമൂഹ ശരീരത്തിന്റെ ഭാഗമാവും, ഈ 2 വരി ഇല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പൊ ഈ 2 വരിനെ വേണോ വേണ്ടോ എന്ന് വെക്കാനാണ് നമ്മുടെ മുഴുവൻ എക്സ്ക്യൂസസുകളും നടത്തുന്നത്. ഒരിക്കലും നമ്മൾ ടോർച്ചറിന് അനുകൂലമല്ല. അല്ലെ, നമ്മളെ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടോർച്ചറിന് നമ്മൾ അനുകൂലമല്ല. ഭരണകൂടം ഒരാളിട്ട് ഇടിക്കുന്നതിലും കൊല്ലുന്നതിലും കുത്തി നല്ലതോ ചീത്തയോ പറയിപ്പിക്കുന്നതിനും ഒന്നും നമ്മൾ അനുകൂലമല്ല. വ്യക്തിപരമായിട്ട് നമ്മൾ ആരും ഒരാളെയും വേദനിപ്പിക്കുന്നതിന് അനുകൂലമല്ല. ഞാൻ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനും അനുകൂലമല്ല. മറിച്ച് കളക്റ്റീവായിട്ട് നമ്മൾ പലപ്പോഴും ഫാസിസ്റ്റുകളെയോ അല്ലെങ്കിൽ ടോർച്ചറിസ്റ്റുകളെയോ ഒക്കെ നമ്മൾ അനുകൂലിക്കാൻ നിർബന്ധിതരായി തീരുന്നു. ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജർമ്മനിയില്, ഈ വലിയ ജർമ്മനിയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയാലോ. ഈ നാസി പീരീഡ് നിങ്ങൾക്ക് അറിയാലോ, ഹിറ്റ്ലറുടെ പീരീഡ് അറിയാലോ. ഹിറ്റ്ലറുടെ പീരീഡിൽ അവസാനം ഹിറ്റ്ലർ തോറ്റു, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു, മറ്റുള്ളവരൊക്കെ പിടിച്ചു, അല്ലെ? എന്നിട്ടാണ് ന്യൂറംബർഗ് വിചാരണ എന്ന് പറയുന്ന വലിയ വിചാരണയുണ്ട്. ഇവരൊക്കെ ഓരോരുത്തരെടുത്ത് കുറ്റം ചെയ്തു എന്നുള്ളത്. അപ്പോഴാണ് ഈ ജ്യൂസിനെ മുഴുവൻ ഇങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിട്ടതിന്റെ ചരിത്രം വരുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു മന്ത്രിസഭ ഉണ്ടാവുന്നു, ഇങ്ങനെ പതുക്കെ ആദ്യം പറഞ്ഞു വരുന്നു. ഈ ജൂതന്മാർ എന്ന് പറയുന്നത് ജർമ്മനിയുടെ ശരീരത്തിന്റെ, ജർമ്മനി എന്ന രാഷ്ട്ര ശരീരത്തിന്റെ ഭാഗമല്ലാന്ന് ആദ്യം പറയുന്നു. ആ ഭാഗമല്ല നിങ്ങൾ വേറൊന്നാണ്. നമ്മുടെ ജർമ്മൻ ശരീരം എന്ന് പറഞ്ഞാല് നിങ്ങളില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നു നിങ്ങൾ ശരീരത്തിന്റെ ഭാഗം അല്ലാത്തത് മാത്രമല്ല, നിങ്ങൾ ഈ ശരീരത്തിനെ ആക്രമിക്കുന്ന വൈറസോ ബാക്ടീരിയ ഒക്കെയാണെന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞു തുടങ്ങുന്നു. ജൂ എന്ന് പറഞ്ഞാൽ ഈ ജർമ്മൻ ശരീരം, ജർമ്മൻ രാഷ്ട്ര ശരീരത്തിന് വിരുദ്ധമാണ്. അതേ അധികരിച്ചു കഴിഞ്ഞാൽ ഈ ജർമ്മൻ ശരീരം വീക്കാവും, ജർമ്മൻ ശരീരം ദുർബലമാവുന്ന തരത്തില് ആർഗ്യുമെന്റ് വരുന്നു. അപ്പോ നമ്മള് ഇപ്പൊ ആലോചിക്കും അപ്സൈഡിക്ക്, കാരണം എന്താ, ഫാസിസം തകർന്നു വരുന്നു. അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാവും. ജൂത വകുപ്പ് ഉണ്ടാക്കുക, ഒരു വകുപ്പ് അതിന് മന്ത്രി ഉണ്ടാക്കുക, ഈ ജ്യൂസിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന നോക്കാൻ വേണ്ടി. കാരണം വൈറസ് അല്ലേ. ഇപ്പൊ നമുക്ക് ആരോഗ്യമന്ത്രിയൊക്കെ ഉണ്ടാകുമ്പോ, ഇപ്പൊ നീപ്പ വരുമ്പോ, കൊറോണ വരുമ്പോ ഒക്കെ കോൺഫറൻസ് കൂടുന്ന പോലെ സെയിം സംഗതിയാണ് നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞാൽ. ആരോഗ്യത്തെ സംബന്ധിച്ച് ഒന്ന് സമൂഹത്തിന്റെ ആരോഗ്യമാണ്, മറ്റേത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആരോഗ്യമാണ്. ഈ കോൺഫറൻസ് കൂടുന്നു, വലിയ സെമിനാർ, ഇതേപോലത്തെ സെമിനാർ നടത്താൻ എന്താ ജ്യൂസിന് എന്ത് ചെയ്യണം? ജർമ്മനിയിലെ ജ്യൂസിന് ആദ്യം പറഞ്ഞു മഡഗാസ്കർ പോലുള്ള ഒരു സ്ഥലത്തേക്ക് നാട് കടത്തറ്റങ്ങളൊക്കെ നമുക്ക് അടിച്ചു ഒളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വെള്ളോർത്തും കൊണ്ടിടുക, കടലിൽ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അവിടെ കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഹിറ്റ്ലർ പോയി അപ്പുറത്ത് പോളണ്ട് കീഴടക്കുന്നു, ഹംഗറി കീഴടക്കുന്നു, ഈസ്റ്റേൺ യൂറോപ്പ് പിടിക്കുന്നു. ഇങ്ങനെ പോകുമ്പോ ഇവിടെ നിന്നൊക്കെ ജ്യൂസ് വരിക. ഇവിടെയൊക്കെ പോളണ്ടിലായാലും ഹംഗറിയിലായാലും മറ്റു സ്ഥലത്തായാലും അവിടെയൊക്കെ ജൂതന്മാരുണ്ട്. അപ്പൊ ഇങ്ങനെ കൂടി വരിക. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് ഒരു കോൺഫറൻസ് ആണ് വാൻസി എന്ന് പറയുന്ന സ്ഥലത്ത് കോൺഫറൻസ് നടത്തുകയാണ്. വാൻസി കോൺഫറൻസിൽ തീരുമാനിക്കും ഇവരെ നമുക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടിച്ചിട്ട് ഒന്നറിയും. അതായത് യുവത്വം ഉള്ളവരോട് പണിയെടുപ്പിക്കാം, കഴിഞ്ഞു വരെ ഒരു പണി ചെയ്യാൻ പറ്റാത്ത നമുക്ക് ഈ വിഷവാൻ വെച്ച് കൊന്നുകളി. അങ്ങനെയാണ് ഈ പറയുന്ന വലിയ ഓഷ്വിറ്റ്സും ബുഹൻവാൾഡും ഒക്കെ ഉണ്ടാവുന്നത്, അല്ലെ? ഇപ്പൊ അവിടെ പോവുകയാണെങ്കിൽ മറക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ സ്തൂപം അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മറക്കരുത്, ഇത്രയും പേര് ഇവിടെ മരിച്ചു, ലക്ഷക്കണക്കിന് പേരാണ് ഇതിന്റെ ഉള്ളില്
മരിച്ചു വീണിട്ടുള്ളത്. മറക്കരുത്, ഇപ്പൊ ചരിത്രത്തിൽ ഒരാളും മറക്കരുത് എന്ന് പറയുന്ന ഒരു സൂചനയാണ് നൽകുന്നത്. ഇതിന് ചുക്കാൻ പിടിച്ച ഒരാളുണ്ടായിരുന്നു, അഡോൾഫ് ഐക്ക്മാൻ എന്നാണ് അയാളുടെ പേര്. ഈ ഐക്ക്മാൻ ഈ തോറ്റപ്പോ, ജർമ്മനി തോറ്റപ്പോ ഐക്ക്മാൻ രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും പിടിച്ചു. ഹിംലറെ പിടിച്ചു, ഗീബൽസിനെ പിടിച്ചു, മറ്റ് പ്രധാനപ്പെട്ട ആളുകളെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരെ പിടിച്ചു. ഐക്ക്മാനെ കിട്ടിയില്ല. ഐക്ക്മാൻ വേഷം മാറി, പേരും മാറി, പതുക്കെ അർജന്റീനയിലെത്തി. അർജന്റീനയിലെത്തിയിട്ട് അവിടെ ഒരു സാധാരണ ജോലി, അവിടുത്തെ കാർ കമ്പനിയില് ഒരു സാധാരണ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞാല് ചരിത്രം അങ്ങനെ വെറുതെ വിടില്ലാറുള്ളത്. ചരിത്രത്തിന്റെ ഉള്ളില് നിങ്ങൾ എങ്ങനെ നോക്കിയാലും മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളില് ഒരു നീതി സംഹിത പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ആ നീതി സംഹിത ചില സമയത്ത് മങ്ങിപ്പോയിട്ടുണ്ടാവും, ചില സ്ഥലത്ത് അത് കാണാതായിട്ടുണ്ടാവും, പക്ഷെ അത് തുടർച്ചയുണ്ട് അതിന്. ഈ നീതി സംഹിത ഇയാളെ കാണാണ്. ഇയാളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പില് കഴിഞ്ഞ ഒരാൾ അർജന്റീനയിൽ വെച്ചിട്ട് ഇയാളെ കാണുന്നു. ഇയാളെ കാണുമ്പോൾ ഇയാൾക്ക് സംശയം തോന്നുന്നു. അങ്ങനെ അപ്പോഴേക്കും ജൂത രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെ അറിയിക്കുന്നു. ഇസ്രായേല് അതിന്റെ സേനയൊക്കെ ഉപയോഗിച്ച് രാത്രിക്ക് രാത്രി ഈ അർജന്റീനയിൽ ഇയാളെ പൊക്കി എയർലിഫ്റ്റ് ചെയ്തിട്ട് ഇസ്രായേലിൽ കൊണ്ടുവന്നു. ഇസ്രായേലിൽ കൊണ്ടുവന്നിട്ട് ഇയാളെ വിചാരണ തുടങ്ങാണ്. 2-3 വർഷം നീണ്ടു നിന്ന ഒരു വിചാരണയായിരുന്നു ഐക്ക്മാന്റെ വിചാരണ. വലിയ ഒരു സംഗതിയാണ്. അന്ന് ഹന്നാ ആരൻഡ് എന്നൊക്കെ പറയുന്ന വലിയ തത്വചിന്തകയാണ് അന്ന് ജർമ്മനിയില് റെസിസ്റ്റൻസിന് നേതൃത്വം കൊടുത്തിരുന്ന. വാൾട്ടർ ബെന്യാമിനൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന ഹന്നാ ആരൻഡാണ് ഇത് വിചാരണ ന്യൂയോർക്ക് ടൈംസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേലിൽ എത്തുന്നത്. അപ്പൊ ഐക്ക്മാൻ ഒക്കെ സമ്മതിച്ചു, ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാനാണ് ഇന്ന ക്യാമ്പിന്റെ ചുമതല വഹിച്ചിട്ടുള്ളത്, അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, മരണത്തിൽ ഞാനാണ് ഓർഡർ ഇട്ടിട്ടുള്ളത്, ഇതൊക്കെ സമ്മതിച്ചു. പക്ഷെ അയാൾ പറഞ്ഞത് ഞാൻ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഞാൻ വെറും ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് രാഷ്ട്രീയ നേതൃത്വം പറയുന്നത്, ഭരണ നേതൃത്വം പറയുന്നത്, അന്ന് അവിടെ ഭരിക്കുന്നവർ പറയുന്ന ഓർഡർ എന്താണോ അത് ത്യാഗഗ്രാഹ്യ വിവേചനമൊന്നും കൂടാതെ അത് നന്മ തിരിഞ്ഞൊന്നും നോക്കാൻ ഉദ്യോഗസ്ഥന് അനുവാദമില്ല, അത് ചെയ്യാന്നുള്ള പണിയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാൻ ചെയ്തത് എന്നാണ് ഈ 3 കൊല്ലം തുടർച്ചയായിട്ട് വാദിച്ചത്. അത് ഒരൊറ്റ വാദത്തിൽ ഉറച്ചിട്ടുള്ളൂ. ഒന്നും നുണ പറയാൻ നിന്നില്ല, ഒരു തരത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ അത് ഒറ്റ വാദം ഇതായിരുന്നു, ലോകത്തെ ഏത് ഉദ്യോഗസ്ഥരും മോളിൽ വരുന്ന ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ. അതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ കാണിച്ചതാണ്. നിങ്ങൾ ഏതെങ്കിലും ഭരണം എന്തെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ ഡെമോക്രസി ആയിരിക്കും, ചിലപ്പോൾ ഓട്ടോക്രസി ആയിരിക്കും, ചിലപ്പോൾ ഫാസിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ വേറൊരു തരത്തിൽ രാജഭരണമായിരിക്കും. ഇതിലൊക്കെ എല്ലാ ഉദ്യോഗസ്ഥരും ചെയ്യാന്ന് പറഞ്ഞാൽ മോളിൽ വരുന്ന കാര്യം അനുസരിക്കുക എന്ന് പറയുന്ന ഒറ്റ കാര്യമാണ്. അങ്ങനെ ഏറ്റവും നന്നായി അനുസരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് നമ്മൾ സമ്മാനമൊക്കെ കൊടുക്കുക, ഗുഡ് സർവീസ് എൻട്രി ഒക്കെ കൊടുക്കുക. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗുഡ് സർവീസ് എൻട്രി ആണ് നിങ്ങൾ തരേണ്ടത്. കാരണം ഞാൻ അത്ര നന്നായിട്ട് ഈ പണി നടപ്പിലാക്കി മറ്റാൾക്ക് പറ്റാത്ത വിധത്തിൽ കൃത്യം സമയബന്ധിതമായിട്ട് ഞാൻ ഇത്ര ആളെ കൊല്ലാൻ പറഞ്ഞാല് ഞാൻ അതിന് +2 ആൾക്കാർ കൊന്നിട്ടുണ്ടാവുള്ളൂ. എക്സ് ആൾക്കാരെ കൊന്നാൻ പറഞ്ഞാൽ X+2 ആളെ ഞാൻ കൊന്നിട്ടുണ്ടാവും. ഒരിക്കലും X-1 ആക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലോക ആദരവാണ് നൽകേണ്ടത് എന്നുള്ള രീതിയിലുള്ള വാദമായിരുന്നു ഐക്ക്മാന്റെ. നീതി സംഹിത ലോകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് അയാൾ വാദം വരപ്പോയില്ല, അയാൾ തൂക്കിലേറ്റപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ ഈ വിചാരണ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കും ഇത് ഈ ഫാസിസം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ടോട്ടാലിറ്റേറിയനസ് ആയിക്കോട്ടെ, സമഗ്രാധിപത്യം ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ ആ ഭരണത്തിൽ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ പ്രശ്നമാണ്. മറ്റാളുകൾക്ക് നമ്മളെ പോലെ സഹാനുഭൂതിയും ഒക്കെയുള്ള മനുഷ്യർക്ക് ഇത്തരം ഈ സമൂഹ ശരീരത്തെ അല്ലെങ്കിൽ രാഷ്ട്ര ശരീരത്തെ പ്രത്യേക തരത്തിൽ നിർണയിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകുന്ന മനുഷ്യർ മുഴുവൻ ടോർച്ചർ എന്ന് പറയുന്ന വേദനയുടെ ഏറ്റവും അപരിഷ്കൃതമായ രൂപത്തിലേക്ക് തള്ളി വിടുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറയും. നമുക്ക് എന്താ ചെയ്യാറുള്ളത്? നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള തരത്തിലുള്ള മറ്റൊരു എക്സ്ക്യൂസ്, ഈ പറഞ്ഞ 2 വരി, അവസാനത്തെ 2 വരിയിൽ നമ്മൾ ഈ ചോദ മഷി എന്നുള്ള സ്ഥലത്ത് ഈ എക്സ്ക്യൂസ് കൊണ്ടുവരുന്നത്. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബനാലിറ്റി ഓഫ് ഈവിൾ എന്നാണ് ഹന്ന ആ മനസ്ഥിതിയെ വിവരിച്ചത്, നിർവചിച്ചത്. തിന്മയുടെ അതിസാധാരണത്വം, ഇതാണ് തിന്മയുടെ അതിസാധാരണത്വം.
തിന്മ എന്ന് പറയുന്നത് നിങ്ങളുടെ മുകളിൽ പ്രൊപ്പഗേൻഡ ഏറ്റ് വീഴുമ്പോ 4-ാം ദിവസം നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ആദ്യം നമ്മൾ എന്ത് ഇയാൾ പറയുന്നത് മനുഷ്യനെ കൊല്ലാനോ? ആരോടാണ്? നമ്മൾ ഇത്രയും ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഇത്രയും എത്തിക്കലായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന മനുഷ്യരോട് പറയാണ് ആളെ കൊല്ലാൻ പറഞ്ഞാൽ നമ്മൾ കൊല്ലുവോ? മറ്റു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അയാളെ പോയി കൊല്ലാൻ പറഞ്ഞാൽ നമ്മൾ കൊല്ലുവോ? അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അനുഷ്ഠിക്കാത്തായ വേറൊരാളെ പറഞ്ഞാൽ അയാളെ കൊല്ലുവോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാത്ത ആളെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുവോ? ഒരാളും ചെയ്യില്ലത്. പക്ഷെ 4-ാം ദിവസം നമ്മൾ ചെയ്തു തുടങ്ങും, ഇത് ശരിയുണ്ടെന്ന് വിശ്വസിച്ചു തുടങ്ങും. 5-ാം ദിവസം നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഇതിന്റെ ഉള്ളിൽ ചെന്നിട്ട് പറയും അത് ചെയ്യുന്നത് ശരിയാണ്. അതാണ് ഒരു രാഷ്ട്രത്തെ നിലനിർത്താൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും. ഒരു രാഷ്ട്ര ശരീരത്തിന്റെ ആരോഗ്യം ഇന്നതാണെന്ന് പറയും. 6-ാം ദിവസം നമ്മുടെ സഹോദരൻ സഹോദരി അതിൽ പോയി ചേരും. അപ്പൊ നമുക്ക് 7-ാം ദിവസം നമ്മളും ഈ തിന്മയുടെ അതിസാധാരണത്വം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകും. ഇതാണ് ബെനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്നത്. ഈ ബെനാലിറ്റിയെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ ഏത് തരം രാഷ്ട്ര ശരീരത്തെയും സമൂഹ ശരീരത്തെയും വ്യക്തി ശരീരത്തെയും ഒക്കെ പറ്റിയുള്ള ഈ നിർവചനങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. വേദന എന്ന് പറയുന്ന ആശയം മാറ്റിക്കൊണ്ടിരിക്കണം. ടോർച്ചർ എന്ന് പറയുന്ന കാര്യം റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ഒരർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്. സംസ്കാരത്തിന്റെ ഏത് മണ്ഡലത്തിൽ ഇത് നടന്നുണ്ട്. ഇപ്പൊ മതം പോലെ ദൈവം പോലുള്ള ആശയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എന്റെ ചെറുപ്പത്തില് ഞാനും എന്റെ അമ്മയും മാത്രമേ ഒരു സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. എന്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയത് കൊണ്ട് അമ്മ വളർത്തിയ കുട്ടിയായിരുന്നു. അപ്പൊ ഒരു സമയത്ത് എന്റെ ചേച്ചി ചേട്ടൻ കുറച്ചും കൂടി പ്രായമുള്ളതുകൊണ്ട് അവരൊക്കെ പലർക്കും പഠിക്കാനൊക്കെ 10-ാം ക്ലാസ് കഴിഞ്ഞ് പലർക്കും പഠിക്കാൻ പോയി. ഞാനും എന്റെ അമ്മയും മാത്രമേ. ഞാൻ 3-ലും 4-ലൊക്കെ പഠിക്കുകയാണ്. ഞാൻ എന്നും കേൾക്കുന്നത് ഈ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഈ അമ്മ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഈ നരകവാഹിനി നടുവിൽ തന്നെ കരകയറ്റിയിടുന്ന ശിവശംഭവം എന്നാണ്. ഇങ്ങനത്തെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പീഡിത ജന്മമാണ്. എന്ന് പറഞ്ഞാൽ അതിന് രോഗമൊന്നും ബാധിക്കണ്ട, അതിന് വേറെ കേടൊന്നും പറ്റണ്ട. അത് ഇറ്റ്സെൽഫ് അത് ഒരു പീഡിത ജന്മമാണ്. അത് എപ്പോഴും നരകവാഹിനിക്കുള്ളിലാണ് അത് എടുക്കുന്നത്. ഈ സങ്കല്പമാണ് ശരീരത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ശരീരത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഇമേജിനെ പറ്റിയുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് രക്ഷിക്കണേ എന്ന് കേട്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെ വലിയ കരുത്തുള്ള ഒരാള് ഇങ്ങനെ കരഞ്ഞ് നിലവിച്ച മാത്രം കേൾക്കുള്ളൂ. മലയാളത്തിലെ മറ്റൊരു കവി കെ.ജി. ശങ്കരപിള്ള ഒരു അഭിമുഖ സംഭാഷണത്തില് വളരെ കാഷ്വലായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അത് വായിച്ചപ്പോൾ വലിയ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. ഈ മലയാളത്തിലെ എല്ലാ വിലാപ കാവ്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സന്ധ്യാപ്രാർത്ഥനകളാണ്. നമ്മുടെ വേറെ ഒരിക്കലൊന്നല്ല. എല്ലാ സന്ധ്യാപ്രാർത്ഥനകളും നിങ്ങൾ ഒന്ന് കേട്ടു നോക്കും. എന്തോ ഒരു വിലാപ കാവ്യങ്ങളാണ്. രക്ഷിക്കണേ ഇത്ര വിളിച്ച് കരയുന്ന ഒരു രംഗം വേറൊരിടത്തും നമ്മൾ കാണുന്നത്. ഏത് മതത്തിന്റെ അത്ര കരച്ചിലായിട്ട് കേട്ടുന്നത്. പ്രത്യേകിച്ചും ഈ അമ്മമാരുടെയും സ്ത്രീകളൊക്കെ കരച്ചിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇതേപോലത്തെ കരച്ചിൽ കേട്ട് വളരുമ്പോ നമ്മൾ വിചാരിക്കും ദൈവം എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു സംഗതിയാണ്. ഇങ്ങനെ വെട്ടം വാളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ കരഞ്ഞു വിളിച്ചാൽ മാത്രമേ അവർ കേൾക്കുള്ളൂ. അല്ല പണ്ടാണ് പറഞ്ഞു പോക്കറ്റടിക്കാർക്ക് ദൈവം എപ്പോഴും മാപ്പ് കൊടുത്തു പറഞ്ഞു. പോക്കറ്റടിക്കാർക്ക് ശിക്ഷിക്കില്ല മരിച്ചു ചെന്നാൽ. കാരണം വെച്ചാൽ ദൈവം ദൂരയിൽ തന്നെ നോക്കണം. അപ്പൊ എന്നിട്ട് ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ഇപ്പൊ ഈ കുട്ടി ഫോൺ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ, അതേപോലെ പൈസ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതായിട്ട് തോന്നുള്ളൂ. ഒരു പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതായിട്ട് തോന്നുള്ളൂ. ദൂരെ ഇരുന്ന് കാണുമ്പോഴേ ഈ ഫോൺ എടുത്തിട്ട് വെക്കുന്ന പോലെ ഇയാളുടെ വിഷയത്തിൽ കാശ്, അതുകൊണ്ട് അവരൊക്കെ ശിക്ഷിക്കില്ല എന്ന് പറയും. ഇതേപോലെ ദൂരെ ഇരിക്കുന്ന ഒരാളെ വിളിക്കുന്ന പോലെയാണ് ഈ കരച്ചിൽ. ഇങ്ങനെ കരഞ്ഞ് വിളിക്കുക, നരകവാരി എന്നും വിളിക്കാണ്, എന്നും വൈകിട്ട് വിളിക്കാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ദൈവവിശ്വാസിയായിട്ട് ഞങ്ങൾക്ക് ഒരു കോട്ടയിൽ വളരെയാണ്. ഒരു സമയം വന്നപ്പോ എന്റെ ഒരു ബന്ധു വീട്ടിൽ പോയിരുന്നു. സാറിന് ബന്ധു വീട്ടിൽ പോയി അന്ന് വൈകിട്ടൊക്കെ തിരിച്ചു വരും. ആ കാലത്ത് എന്തുകൊണ്ട് 2 ദിവസം നിൽക്കേണ്ടി വന്നു. 2 ദിവസം നിൽക്കേണ്ടി വന്നപ്പോ ആ
ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ബന്ധു വീട്ടില് അവിടെ ഒരു അപ്പൂപ്പൻ്റെ ഈ അപ്പൂപ്പൻ വൈകിട്ട് 7 മണിയായപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലും. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിരുന്നു ഞങ്ങളെ, നാവികൻ നീ പ്രവർത്തിച്ചോ രാവിലൻ തോന്നി നീന്ത. നിങ്ങൾ കേട്ടില്ലേ? ദൈവദശകാണ് ശ്രീനാരായണ ഗുരുവിന്റെ. ഇത് കേട്ടപ്പോഴേ ഞാൻ പേടിച്ചു പറിച്ചു. കാരണം എന്താണെന്നറിയോ? ഒരു ദൈവത്തിനെ മുഴുവൻ നീ അനുഭവിക്കുന്നത്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ മായയും മായാവി, നീ സത്യം ജ്ഞാനമാണെന്ന് മുഴുവൻ നീ എന്ന് വിളിക്കണം. നമ്മളിവിടുത്തെ നരകവാരുതി കേട്ടിട്ട് പോണതേ, നരകവാരുതിയിൽ കരഞ്ഞ് വിളിച്ച് ശിവശംഭോ എന്നൊക്കെ വിളിച്ച് പോകുന്ന ആള് പെട്ടെന്ന് നീ എന്ന് വിളിക്കുമ്പോ ഒരു ഗ്രൗണ്ടിലല്ല, നമ്മള് ഒരു സ്ഥലത്തല്ലേ നിൽക്കുന്നത്. ആ ഗ്രൗണ്ടിൽ നിന്നിട്ട് ബഹുമാനൊക്കെ ഉണ്ട്, മണ്ണ വസ്ത്രാതി മുട്ടാതെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, തമ്മിൽ രക്ഷിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പൊതുവെ മുഴുവൻ സംബോധന നീന്നാണ്. എന്ന് പറഞ്ഞാൽ നീതൊക്കെ തരണം. അങ്ങനെയാണ് നമ്മളോട് ഒരു ബന്ധം എന്ന് പറഞ്ഞാല് അങ്ങനെയാണ്. ഞാൻ കുറച്ച് എത്തിക്സ് ഒക്കെ കൂടെ കൊണ്ടുവരും. നീ അതുകൊണ്ട് നീ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ കടമയാണ്. ഒരു തരത്തിലുള്ള ഇത് ഒരു തരത്തിലുള്ള ദൈവ ശരീരത്തിനെ പറ്റിയുള്ള മാറ്റിയെടുത്താണ്. നമ്മളെ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതായിട്ടുള്ള ദൈവം എന്നുള്ള സ്ഥലത്ത് നിന്ന് സത്യവും ജ്ഞാനവും ആനന്ദവുമായിട്ടുള്ള ഒരു ദൈവത്തിലേക്ക് വരികയാണ്. ഞാൻ പറയുന്നത് ഈ ശരീരത്തെ പറ്റിയുള്ള ആശയം, വേദനയെ പറ്റിയുള്ള ആശയം, ടോർച്ചറിനെ പറ്റിയുള്ള ആശയം എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രത്യേക രംഗത്ത് മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. മറിച്ച് നമ്മുടെ കൾച്ചറിൽ ഏത് സ്ഥലത്ത് നോക്കി, പ്രാർത്ഥനയുടെ സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ അതിലാവാം, സാമൂഹ്യ ചിന്തയുടെ സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ അതാവാം, സംസ്കാരത്തെ പറ്റിയുള്ള കാര്യത്തിൽ അതാവാം, കവിതയെ പറ്റിയുള്ള സ്ഥലത്ത് അതാവാം, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ആ ശരീര നിർമ്മിതി എന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താൻ വിചാരിക്കുന്നു. ഉദാഹരണമായിട്ട് അത് എപ്പോഴും പ്രോഗ്രസീവായിട്ട് പോണമെന്നില്ല. ഏത് സമയത്ത് അത് മുന്നോട്ട് 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 പോകുന്ന ഒരു പുരോഗമന ചിന്തയാണെന്ന് വിചാരിക്കരുത്. ഉദാഹരണമായിട്ട് കുമാരനാശാന്റെ കവിതകൾ നോക്കുമ്പോ കുമാരനാശാന്റെ കവിതകളുടെ പേര് തന്നെ നളിനി, ലിഖിത അല്ലെ, പിന്നെ ചിന്താവിഷ്ടയായ സീത, പെണ്ണുങ്ങളുടെ പേരാണ് മുപ്പരധികം ഇട്ടിട്ടുള്ളത് അല്ലെ. അന്നാണെങ്കില് കേരള ചരിത്രത്തിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്, സ്ട്രക്ചറൽ ഘടനാപരമായിട്ടുള്ള പീഡനം അനുഷ്ഠിക്കുന്ന കാലത്താണ് സ്ത്രീകളുടെ പേരിൽ ഇത്ര മാത്രം കവിത ഇറങ്ങിയിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇടപൂ വായിച്ചിട്ട് ഈ സാധാരണ പണ്ടത്തെ ചരിത്രകാരന്മാർ ചെയ്യാന്ന് പറഞ്ഞാല് സാഹിത്യകൃതി അവലംബിച്ചിട്ട് എഴുതുമല്ലോ. അതാണ് ജീവിതത്തിന്റെ നേർപ്രതിഫലനാണ്. അപ്പൊ വിടപൊക്കെ എടുത്ത് വായിച്ച് ഭാവം പകർന്ന് വചനം കവിൾ കാന്തിയാർന്നു എന്നൊക്കെ വായിച്ച് ഭാവിയിൽ ഒരു ചരിത്രകാരൻ അക്കാലത്തെ സ്ത്രീകൾ മുഴുവൻ അവരുടെ ഭാവത്തിനെ വചനത്തിൽ പ്രതിഫലിപ്പിച്ചിരുന്നു. അവര് നല്ല മിനിങ്ങി നടന്നിരുന്നു, കവിളൊക്കെ കാന്തി പിടിപ്പിച്ചിരുന്നു. എഴുതാൻ പോയാൽ മുട്ടം തെറ്റായിരിക്കും. കാരണം ഏതാണ്ട് അതേ കാലത്ത് തന്നെ എഴുതിയ മറ്റു പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ആ കാലത്ത് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന കഥ മുഴുവൻ നമുക്ക് കിട്ടും. ഇപ്പൊ സി കേശവന്റെ ആത്മകഥയുണ്ട്, വായിച്ചിട്ടില്ല, ജീവിത സമരം. എടുത്ത് വായിക്കേണ്ട ഒരു പുസ്തകമാണ് കേട്ടോ. തിരുവാങ്കൂറിലെ സ്ത്രീ ചരിത്രമൊക്കെ അതിന് മുഴുവൻ ചരിത്രം കിട്ടും. അതില് ഈ ജീവിത സമരം ഏതാണ്ട് ഈ കാലത്ത് ഇങ്ങനെ ആശാ കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആദ്യമായി ഒരു സ്ത്രീ ബ്ലൗസ് ഇടുന്നതിന്റെ വിവരണമുണ്ട്. ആദ്യമായിട്ട് ഒരു സ്ത്രീ ബ്ലൗസ് ഇടുന്നതിന് അതുവരെ ഇടാൻ പറ്റില്ല, മേൽവസ്ത്രം ധരിക്കാൻ പറ്റില്ല. അത് സി കേശവന്റെ അമ്മായിമ്മയാണത്, ഭാര്യയുടെ അമ്മയാണ് ഈ ആദ്യമായിട്ട് ബ്ലൗസ് ഇടുന്ന. കൊല്ലം ഭാഗത്ത് ആദ്യമായിട്ട് ബ്ലൗസ് ഇടുന്നത്. കേശവനോട് പറയുന്ന ആ കഥയാണ്. അതേ രീതിയിൽ അവര് പറയുന്ന ആ രീതിയിലാണ്, അവരുടേതായിട്ടുള്ള ശൈലിയിലാണ് ഇതിൽ കുറിച്ചിട്ടുള്ളത്. അപ്പൊ അവര് പറയും, എന്റെ ഭർത്താവ് പൊതുപ്രവർത്തകൻ സി വി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വലിയ ആക്ടിവിസ്റ്റ് ആയിരുന്നു. എന്റെ ഭർത്താവ് പൊതുപ്രവർത്തകനായ അവിടെ ഇവിടെയൊക്കെ പോയി വരുമ്പോ വല്ലതൊക്കെ എനിക്ക് കൊണ്ടുതരും. ഒരു ദിവസം ഒരു 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 പൊതി കൊണ്ടുതന്നു. ഞാൻ അഴിച്ചു നോക്കിയപ്പോ ജമ്പറാണ്, ബ്ലൗസാണ്. അതങ്ങനെ ഇടാൻ പറ്റില്ല, വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് രാത്രി ആവുന്നവരെ കാത്തിരുന്നു. രാത്രി ആയപ്പോ ഇതേപോലെ
വലിയ വാതിലൊക്കെ അടച്ച് ജനലൊക്കെ അടച്ചിട്ട് വളരെ ബന്ധവസ്ഥാക്കിയിട്ടാണ് ബ്ലൗസ് എടുത്തിരുന്നത്. ബ്ലൗസ് ഇട്ടിട്ട് ഞാൻ കണ്ണാടി നോക്കി. ഞാൻ എന്നെ തന്നെ ചാനും ചെരിഞ്ഞും നോക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ കാണാത്ത ഞാൻ എന്നെ കാണുന്ന പോലെ കാണുകയാണ്. കാരണം ഈ ഒരു ചെറിയ തുണിക്കഷ്ടമല്ലാതെ മറിച്ച് സോഷ്യൽ മൊബിലിറ്റി കൊടുക്കുന്ന ഒരു സംഗതിയായിട്ട് അത് മാറുന്നുണ്ട് എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. ഞാൻ എന്നെ തന്നെ ചാനും ചെരിഞ്ഞും നോക്കി എന്ന് പറയും. ഇതൊക്കെ ഇട്ടിട്ട് മൂപ്പര് വിചാരിക്കും ഇനി ഇതിട്ട് നടക്കാം. പിറ്റേ ദിവസം ഇതിട്ടിട്ട് മുട്ടടിക്കാൻ വരികയാണ്. മുട്ടടിച്ചപ്പോ ഇവരുടെ അമ്മ കുറച്ച് നേരത്തെ എണീക്കും. കുറച്ചുകൂടി 4 മണിക്കൊക്കെ എണീറ്റ് ഇങ്ങനെ കുറച്ച് വലിയ വളപ്പാണ്, അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കും. അപ്പൊ തേങ്ങ കൊണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫലങ്ങൾ ഇതൊക്കെ പറക്കി കൊണ്ടുവരാൻ നടക്കും. അങ്ങനെ മുമ്പിൽ നടന്ന് വന്നപ്പോ ഒരു പുതിയ പെണ്ണ് മുട്ടടിക്കുന്നു നമ്മുടെ മുറ്റത്ത്. അടുത്ത് എന്ന് നോക്കിയപ്പോ മോളാണ്. ഉടൻ ചെയ്തത് അവിടെ കിടക്കുന്ന ഒരു മടലെടുത്തിട്ട് 2 അടി കൊടുക്കുക. ഇത് വാട്ടക്കാരികളെ പോലെ അടിഞ്ഞൊരുങ്ങി നടക്കണോ ഊരിക്കിട്ട് പാടി. ഈ കുലീന ശരീരത്തെ പറ്റിയുള്ള സങ്കല്പം ആലോചിച്ച് നോക്കും. അത് നഗ്ന ശരീരമാണ്. കുലീന ശരീരം ഇതിട്ട് കഴിഞ്ഞാൽ ആട്ടക്കാരി എന്ന് പറഞ്ഞാൽ മോശം അർത്ഥം ആണ് അവിടെ പറയുന്നത് അല്ലെ. ബ്ലൗസ് ഇടുന്ന ആള് മോശക്കാരിയാണ്. അതേസമയം ബ്ലൗസ് ഒന്ന് ഇടാണ്ട് മുട്ടടിച്ചു കഴിഞ്ഞാൽ വലിയ നല്ല മാതൃക എന്ന് പറഞ്ഞാല് ഇങ്ങനെ സമൂഹ ശരീരം എന്ന് പറയുന്ന ആശയത്തിൽ തന്നെ വ്യക്തി ശരീരത്തിന് കൊടുക്കുന്ന നിർവചനമുണ്ട്, സ്ത്രീയുടെ ശരീരത്തിന് കൊടുക്കുന്ന നിർവചനമുണ്ട്, പുരുഷന്റെ ശരീരത്തിന് കൊടുക്കുന്ന നിർവചനമുണ്ട്. അങ്ങനെ ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ അപ്പൊ ടോർച്ചറാണ്. ടോർച്ചർ എന്ന് പറഞ്ഞാൽ നേരിട്ട് പോലീസ് വന്ന് നടത്തുന്നതല്ല, മറ്റൊരു സ്ട്രക്ചർ നടത്തുന്നതാണ്. ഈ സ്ട്രക്ചറിന്റെ അറ്റത്ത് ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കും, ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരായിരിക്കും. നമ്മുടെ ഈ സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായ പീഡനം നടത്തുന്നത് ഏറ്റവും അടുത്ത മനുഷ്യരായിരിക്കും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ശരീരത്തെ പറ്റിയും വേദനയെ പറ്റിയുള്ള സങ്കല്പം എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ വിപുലമായിട്ടുള്ള സങ്കല്പമാണ്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് തെരഞ്ഞു നടന്നാൽ നമുക്ക് കിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു വെറുതെ ഒരു ഓട്ട പ്രദർശനം വെക്കാൻ നമുക്ക് പറ്റുള്ളത് നിരന്തരം കുറെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കേണ്ട ഒരു സങ്കല്പമാണ്. ഞാനൊരു ചെറിയ ഓട്ട പ്രദർശനം ഇതിനുള്ളിൽ കൂടെ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ സമയം ആയില്ലേ? എത്ര വർത്താനം പറയാൻ വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പോകും. അതാ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഏതായാലും ഇത് കവിതാ ചരിത്രത്തിൽ ഇത് ഞാൻ പറയുന്ന ആശാനെ പറ്റി പറഞ്ഞു വന്നത് ഇത് പറയാനല്ല, അതങ്ങനെ തെറ്റിപ്പോയതാണ്. ആശാനെ പറ്റി പറഞ്ഞു വന്നത് ഇങ്ങനെ സ്ത്രീകളുടെ പേര്. അപ്പൊ ഇങ്ങനെ സ്ത്രീകളുടെ പേരിടുമ്പോ യഥാർത്ഥ സ്ത്രീ കൂടെ ബ്ലൗസിട്ടന്നെ അടികൊള്ളുകയാണ്. ആ കാലത്താണ് ലീലയൊക്കെ എഴുതുന്നത്. ലീല ഭർത്താവ് വെച്ചപ്പോ കാമുകനെ തേടി പോകുന്ന ഒരു സ്ത്രീനെ സൃഷ്ടിക്ക് എവിടെ ബ്ലൗസൊക്കെ അടികൊണ്ട് നിൽക്കുമ്പോ ഇപ്പത്തെ കവിതയില് ഭർത്താവ് മരിച്ചപ്പോ കാമുകൻ ഏതോ ദിക്കിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സഖീനെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഇത്ര വലിയൊരു സ്ത്രീനെ നിർണയിക്കാൻ അതിലൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത്, ഈ നവോത്ഥാനത്തിന്റെ സമരത്തിന് മുഴുവൻ ജാതിവിരുദ്ധ സമരങ്ങൾ ഉണ്ടായിരുന്നു, ജാതിക്കെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അപ്പൊ ആശാനയിലൊക്കെ വലുതായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ ലിംഗവിവേചനം മൂലം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ നവോത്ഥാനം അധികം കൈകാര്യം ചെയ്തിട്ടില്ല. ഇത് ആശാന അറിയായിരുന്നു. അതുകൊണ്ടാണ് ഇത് മുഴുവൻ കൊണ്ട് കൃതിയിലിട്ടിട്ടുള്ളത്. ആശാന്റെ നായകന്മാരെ നിങ്ങൾ കണ്ടില്ല, ഇത്ര കിഴങ്ങന്മാർ ലോകത്തിലുണ്ടാവും. ഒന്ന് വായിച്ചു നോക്കിയോ? ഇല്ല, ഒരുത്തൻ ഒരു പെണ്ണ് വന്നിട്ട് പറയും നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ഒന്നുകിൽ ഇഷ്ടമാണ് അല്ലെങ്കിൽ അല്ലാന്ന് പറയും. അതിന് സമയമാകില്ല പോലും പറഞ്ഞിട്ട് പോവാ. ആർക്ക് സമയമില്ല, മൂപ്പർക്ക് സമയമില്ല എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഇത് വായിക്കണമെന്ന് വിചാരിച്ചു വെച്ചാല് അവൻ വലിയ ആളാണ്, നിന്റെ സമയം നിനക്ക് എത്തും എന്ന് പറയുന്നത് വലിയ ഞാനാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. മൂപ്പർക്ക് നിശ്ചയിക്കാൻ സമയമില്ലെന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ഇങ്ങനെ പോയൊരുത്തൻ തിരിച്ചു വരുന്നത് എപ്പോഴാണ് ഒന്ന് ആലോചിച്ചു നോക്കുക. ഒരു സ്ത്രീനെ വെട്ടിക്കണ്ടിച്ചിട്ടിരിക്കുന്നു അല്ല, ലോക സാഹിത്യത്തിൽ നിന്ന് കണ്ടിട്ട ഈ വെട്ടിക്കണ്ടിച്ചിട്ടിരിക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് അന്തിമമാണ് വർപ്പിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ കിടക്കുന്ന സ്ത്രീയുടെ അടുത്തേക്ക് സമയമായി കൊണ്ട് ഒരുത്തം വരിക. ഈ വരുന്നോൻ ഒരു
കണ്ണിന്റെ ഒരു ഇമ പോലും ചലിപ്പിക്കില്ല. ലോകത്താരെങ്കിലും അങ്ങനെ വരും? നിങ്ങളത് ആലോചിച്ചു. ലോക സാഹിത്യത്തില് സമാനമായ രംഗങ്ങൾ കണ്ട് ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒഴുക്കില്ലേ? ഇത് ഇങ്ങനെ ഒരു പരവുണ്ട്. ഇങ്ങനെ ഒരു പരക്കാണെങ്കിൽ വല്ലതും വേണം. എന്തിനാ അങ്ങനെ ആശാൻ ചെയ്തത്? ആശാൻ ചെയ്തത് ഈ ഒന്ന് സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും അറ്റ്മോസ്റ്റ് പെയിനിലേക്ക് എടുക്കാറ്. വേദന എന്ന് പറയുന്ന രാശിയം മലയാള സാഹിത്യത്തിൽ ഇത്രയൊന്നും സഞ്ചരിച്ചിട്ടില്ല. അറ്റ്മോസ്റ്റ് പെയിൻ, അതായത് ഏറ്റവും ഈ നൂൽപ്പാലം എന്ന് പറയില്ലേ, ഒരു മണം അർപ്പിച്ചപ്പോ അന്തിമമാ മണം അർപ്പിച്ചതാണെന്നാണ് പറയുന്നത്. എന്താ, ഈ തെന്നലിനെ കാത്തിരിക്കുന്ന പുഷ്പത്തിനെ പോലെ അത് കൊടുത്തപ്പോ വിടും. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് മലയാളത്തിലെ ഏറ്റവും വലിയ കവികൾ ഒരാൾ ഈ വേദനയെ വരച്ചിട്ടുള്ളത്. അപ്പോ അതുവരെ സാഹിത്യത്തിന്റെ ശരീരത്തില് ഇങ്ങനെ പുരുഷജ്വാല കത്തി നിൽക്കുകയായിരുന്നു. പുരുഷ ശരീരം ലാർജർ ദാൻ ലൈഫായിരുന്നു. ഇത് അതിന്റെ അറ്റത്തെ വല്ല പൊടിപ്പൊടിയൊക്കെ ആയിരുന്നു. അപ്പോ ഇതിന്റെ വലിപ്പം, സ്ത്രീ ശരീരത്തിന്റെയും വേദനയുടെയും പ്രബുദ്ധതയുടെ ഒക്കെ വലിപ്പം കാണിക്കാൻ വേണ്ടി ഈ മനുഷ്യരെ മുഴുവൻ, പുരുഷന്മാരെ മുഴുവൻ അടിച്ച് താത്തി കുള്ളന്മാരാക്കിയിട്ടുണ്ടാശ. ദിവാകരനായിക്കൊള്ളട്ടെ, മദനായിക്കൊള്ളട്ടെ, ഈ പറയുന്ന ഉപഭുക്തനായിക്കൊള്ളട്ടെ, എല്ലാം ചെറിയ മനുഷ്യരായിട്ടുണ്ട്. അപ്പോഴാണ് ഈ സ്ത്രീത്വം എന്ന് പറയുന്ന ആശയത്തിന്റെ വലിയ വലുപ്പത്തിൽ നമ്മൾ കാണാൻ തുടങ്ങിയത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതൊന്നും ഇങ്ങനെ പുരോഗമനപരമല്ല, അതെങ്ങനെ തടസ്സപ്പെട്ടു എന്നും കൂടി നമ്മൾ കാണണം. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു കൃതിയാണ് രമണൻ എന്ന് പറയുന്ന കൃതി, അല്ലേ? രമണൻ ഒരുപാട് ആൾക്കാർ അതിന് ടെസ്റ്റിമോണിയൽസ് തന്നെ കുറെ ഉണ്ട്. MT എഴുതിയിട്ടുണ്ട്, MT എഴുതിയിട്ടില്ല. ചെറുപ്പത്തില് ഇങ്ങനെ എടുത്തുകൊണ്ടിട്ട് എന്റെ പെങ്ങന്മാരിങ്ങനെ അന്ന് കോപ്പി ഇട്ടിട്ട് എഴുതി വെക്കും ആൾക്കാര്. നോട്ട് പുസ്തകത്തിൽ മുഴുവൻ പകർത്തിട്ട് അടുത്ത വീട്ടിൽ കൊടുക്കും. അപ്പൊ അവര് പകർപ്പുണ്ടാക്കും. ഇങ്ങനെ പോകുന്നു. കടപ്പള്ളിയില് രമണൻ അയക്കാൻ വേണ്ടി മാത്രം പോസ്റ്റ് ഓഫീസ് തുടങ്ങി. അതായത് അന്ന് ആസാമിലേക്കൊക്കെ പോയ മനുഷ്യർ ഇങ്ങനെ ഒരു കൃതി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 1,00,000 കോപ്പികളിൽ കൂടുതൽ വിറ്റുപോയ ഒരു പുസ്തകമാണ്. കവിത പുസ്തകമാണ് ആലോചിക്കുന്നത്. രമണൻ അയക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പോസ്റ്റ് ഓഫീസ് തുടങ്ങിയെന്നാണ് പറയുന്നത്. അത്ര വായിക്കപ്പെട്ട കൃതിയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ചാനപ്പള്ളിയുടെ കവിത ശുദ്ധി, ഒരു സംശയമില്ലേ, ഒരുപാട് തരത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ വിഹരിക്കാൻ പറ്റിയ സംഗീതവും കവിതയും ഒക്കെ കൂട്ടി കുഴച്ചിട്ടുള്ള ഒരു വലിയ ബ്ലെൻഡാണത്. ആ ഭാഗമല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മറിച്ച് ഒരു പരിധി കൂടുതൽ ഒരു പുസ്തകം പ്രചരിപ്പിക്കപ്പെടണമെങ്കിൽ, ഒരു സിനിമ ഒരു പരിധി കൂടുതൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിൽ നിന്ന് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിന് സാംസ്കാരികമായ ഒരു കാരണം ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പണ്ട് ഈ പോലീസുകാർ ഈ ഗുജറാത്ത് കലാപമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വലിയ പോലീസ് ഓഫീസർ ഈ ബോംബെയുടെ അടുത്ത് ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാ കൊല്ലവും വർഗീയ കലാപമുണ്ടാവും. എല്ലാ കൊല്ലം നടന്നത് അത് നിർത്തിയ ഒരാളാണ്, വലിയ മടങ്ങും. അയാളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു വർഗീയ കലാപം 48 hours കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഈ രണ്ട് ജാതിക്കാരോ രണ്ട് മതക്കാരൊക്കെ തമ്മിലുള്ള സംഘർഷം അതൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അതിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം സ്റ്റേറ്റ് ഒരാളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ്. ഭരണകൂടത്തിൽ ഏതോ ഒരു പക്ഷത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. ഇതുപോലെ ഒരു പുസ്തകം ഒരു പ്രത്യേക രീതിയിൽ കവിഞ്ഞത് ഡിസ്പ്രൊപ്പോർഷനായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഒരു സിനിമ ഡിസ്പ്രൊപ്പോർഷനായിട്ട് അത് വലുതാവുന്നുണ്ടെങ്കിൽ അതിന്റെ സാംസ്കാരികമായിട്ട് ഒരു കാരണം ഉണ്ടാവും. ഞാൻ ആ കാര്യം അന്വേഷിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പാഷാൻ തന്ന വെളിച്ചത്തിൽ രമണൻ ഒന്ന് തുറന്നു നോക്കാം. നിങ്ങൾ വെറുതെ തുറന്നു നോക്കാം രമണ പുസ്തകത്തിൽ. ആദ്യം തന്നെ എഴുതി, അങ്കുശമില്ലാത്ത ചാപല്യമേ മണ്ണിൽ അങ്ങനെ എന്ന് വിളിക്കുന്നു നിന്നെ. അങ്കുശം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കോമയില്ലേ? തോട്ടി എന്ന് വേറെ അർത്ഥം. ഈ അങ്കുശം എന്ന് പറഞ്ഞാൽ ആനയിലേക്ക് പിടിച്ചു വരുന്ന തോട്ടി, അങ്ങനെ കോമയാണ് ഈ അങ്കുശം. അപ്പോ അങ്കുശമില്ലാത്ത ചാപല്യം എന്ന് പറഞ്ഞാലോ ഒരു ലെക്കൊല്ലാതാനും ഇല്ലാത്ത ചാപല്യാണ്. കോമയുള്ള കുത്തുമില്ല. അങ്ങനത്തെ ചാപല്യത്തെയാണ് ഞാൻ മണ്ണിൽ സ്ത്രീ എന്ന് വിളിക്കുന്നത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, അല്ലെ? രണ്ടാമത്തെ ഫ്രൈലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അത് തുറന്നു നോക്കിയാൽ നിങ്ങൾ വെറുതെ നാളെ എടുത്ത് തുറന്നു നോക്കുക. ഇത്രയും വലിയ സ്ത്രീ വിരുദ്ധമായ പഠിപ്പുരെ കെട്ടിയിട്ടുള്ള ഒറ്റ കൃതിയില്ല മലയാളത്തിൽ.
മുഴുവൻ ഭൂമിയിൽ ഉദ്ധരണിയുണ്ട്, ബോധലയം ഉദ്ധരണിയുണ്ട്. ഞങ്ങൾ വലിയ വായനക്കാരനായിരുന്നു. നമ്മൾ വിചാരിക്കുന്നേക്കാളൊക്കെ വലിയ ദൂരത്തിൽ പോയിട്ടുള്ള പെൻഷനാണ്. പക്ഷെ ഇത് തുറന്നു നോക്കുമ്പോ നിങ്ങൾ ഈ പുസ്തകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വലിയ മാനസിക നില നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരുന്നുണ്ട്. അതൊരു പുരുഷന്റെ മാനസിക നിലയാണ്. പ്രത്യേകിച്ച് ഈ പുറത്തേക്കൊക്കെ പോകണം. ആ കാലം ആലോചിക്കണം. ഈ രമണൻ വായിക്കുന്നത് മുഴുവൻ മേടിക്കുന്നത് മുഴുവൻ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. ആസാമിൽ പണിക്ക് പോയ മലയാളി മൈഗ്രേഷന്റെ ഒരു വലിയ ഘട്ടം ആരംഭിക്കുന്നതാണ്. ഈ പുസ്തകം കൈ വെച്ചിട്ടാണ് പോണത് ഇത് വായിക്കാൻ. അപ്പൊ ഈ മൈഗ്രന്റ് ആയിട്ടുള്ള പുരുഷന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടിലൊറ്റയ്ക്കുന്ന ഭാര്യ വലിയ മാനസിക പ്രശ്നമാണ്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഈ പറയുന്ന രമണൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മുഴുവൻ തെറ്റുകാരാണ്, സ്ത്രീകൾ മുഴുവൻ ഒരു ലക്കുലക്കാനും ഇല്ലാത്ത ചാതല്യമാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകം വായിച്ചു 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 ഒരു സ്ഥലത്തുമ്പോഴോ എന്തായാലും കഥ സ്ത്രീ വഞ്ചിക്കുന്നു അല്ലെ, പാവം രമണൻ തൂങ്ങിച്ചാവുന്നു, ഇതല്ലേ കഥ. അപ്പൊ ഏറ്റവും പുരുഷന് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ പുരുഷന് വായിക്കാൻ ഇഷ്ടമുള്ള കാര്യം സ്ത്രീയുടെ വഞ്ചനയാണ്. ഭയങ്കര രസിക്കും. കാരണം നമ്മളെ ഏതോ തരത്തിൽ കുറ്റവിമുക്തരാക്കുന്നുണ്ടല്ലോ. അത് ഈ സ്ത്രീയുടെ വഞ്ചന എന്ന് പറയുന്ന പ്രമേയാണ് ശരിക്കും പറഞ്ഞാൽ രമണനെ അതിന്റെ മറ്റും മെറിറ്റൊക്കെ ഞാൻ മാറ്റിയിരിക്കുന്നുണ്ട്. ഞാൻ അതൊന്നല്ല ഞാൻ സാഹിത്യം ചർച്ച ചെയ്യുന്നത്. അത് ഇറ്റ്സെൽഫ്, അത് അതിന്റെ ശില്പം എന്ന് പറഞ്ഞാൽ വലിയ ശില്പമാണ്. അതൊക്കെ വേറെ ഈ ആ ഒരു ഡിസ്പ്രൊപ്പോർഷനറ്റ് ആയിട്ട് ഇതിനെ വളർത്തിയ കാര്യം എന്ന് പറയുന്നത് കുമാരനാശൻ എന്ത് കൊണ്ടുവരാൻ ശ്രമിച്ചോ അതിന്റെ നേർ വിപരീതം സാധിക്കുകയാണ് അല്ലെ. കുമാരനാശൻ ലീലയെയും ഈ പറഞ്ഞ പോലെ വളരെ വ്യക്തിത്വമുള്ള ഒരുപാട് സ്ത്രീകളെയും കൊണ്ടുവന്നപ്പോ അതിനെതിരെ ഒരു പുരുഷന് വേണ്ടി പ്രവർത്തിച്ച ഒരു പുസ്തകമായി മലയാളി അബോധത്തിൽ എടുത്തിട്ടുണ്ട് രമണൻ എന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ പറയുന്നത് ഇങ്ങനെ അപ്പൊ സ്ത്രീ ശരീരത്തെ പറ്റിയുള്ള ആശയം, സ്ത്രീക്ക് സമൂഹത്തിനുള്ളിലെ റോളിലുള്ള ആശയം, ഇത്തരം ആശയങ്ങളെ അങ്ങനെ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പോയിട്ടുള്ളത് ഈ ശരീരത്തെയും വേദനയും ഒക്കെ പറ്റിയുള്ള ചിന്ത, ടോർച്ചറിനെ പറ്റിയിട്ടുള്ള ചിന്ത, കുറ്റവും ശിക്ഷയും എന്ന ആശയത്തെ പറ്റിയുള്ള ചിന്ത അങ്ങനെ വളരെ നേർരേഖയല്ല പോയിട്ടുള്ളത്. അത് സിക്സ് ആൻഡ് മോട്ടായിരുന്നു. അതിനെപ്പോഴും പലതരത്തിലുള്ള ഡയലോഗ്സിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഈ ഡയലോഗ്